കേരള കോൺഗ്രസ് പാർട്ടിയെ ചവിട്ടി പുറത്താക്കി UDFിൽ നിന്ന്. അതിനുശേഷം ഞങ്ങളെ ചേർത്ത് പിടിച്ചതാരാ? ഞങ്ങളെ ചേർത്ത് പിടിച്ചത് LDF ആണ്. ഞങ്ങളെ ചേർത്ത് പിടിച്ചത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ സഹാവാണ്. ഇടതുമുന്നണിയിൽ തുടരുമെന്ന് പ്രഖ്യാപിച്ച കേരള കോൺഗ്രസ് എം ഇത്തവണ അധിക സീറ്റുകൾ ആവശ്യപ്പെടും. 12 സീറ്റിലാണ് കഴിഞ്ഞ തവണ മത്സരിച്ചത്. കൂടുതൽ കിട്ടാൻ പാർട്ടിക്ക് അർഹതയുണ്ടെന്ന് ചെയർമാൻ ജോസ് കെ മാണി വ്യക്തമാക്കി. മുന്നണി മാറ്റ വിവാദങ്ങൾക്ക് പിന്നാലെ ജോസിന്റെ വിലപേശൽ തന്ത്രമാണോ ഇത്? ഭരണപക്ഷത്ത് നിൽക്കുമ്പോഴും കർഷകർക്കും മലയോര ജനതയ്ക്കുമായി സമരം നയിച്ചെന്നും ശക്തമായ നിലപാട് സ്വീകരിച്ചെന്നും ജോസ് കെ മാണി ഓർമ്മിപ്പിക്കുകയും ചെയ്തു. മുന്നണി മാറ്റ വിവാദം അവസാനിച്ചോ? ആ പുസ്തകം അടച്ചോ? ചർച്ചയിൽ ശ്രീ കെ അനിൽകുമാർ, CPM ശ്രീ ഷാഫി ചാലിയം, മുസ്ലിം ലീഗ് ശ്രീ ജേക്കബ് ജോർജ്, നിരീക്ഷകൻ ശ്രീ ജോർജ് പൊടിപ്പാറ, മാധ്യമപ്രവർത്തകൻ ശ്രീ മോഹൻ വർഗീസ്, രാഷ്ട്രീയ നിരീക്ഷകൻ എന്നിവർ. ആദ്യം ശ്രീ ഷാഫി ചാലിയം, അസന്നിഗ്ധമായി ഞങ്ങൾ UDFിലേക്കില്ല, LDF ആണ് ചേർത്ത് പിടിച്ചത്, പിണറായി വിജയനാണ് ചേർത്ത് പിടിച്ചത് എന്ന് ജോസ് കെ മാണി വ്യക്തമാക്കുകയാണ്. ഇതിപ്പോൾ ഒരു ചർച്ച തുടങ്ങിയത് അബദ്ധമായി പോയോ? മുസ്ലിം ലീഗിന്റെ കൂടി ഇനീഷ്യേറ്റീവിലാണ് കേരള കോൺഗ്രസിനെ കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾ നടന്നത് എന്നാണ് ഉപശാല വർത്തമാനം. ഇതിപ്പോ നിർത്താത്ത ബസ്സിന് കൈ കാണിച്ചതുപോലെ ആയോ? കേരള കോൺഗ്രസ് ജോസ് കെ മാണി വിഭാഗവുമായിട്ട് മുസ്ലിം ലീഗ് ഒരു ചർച്ചയും നടത്തിയിട്ടില്ല. UDFും നടത്തിയതായി അറിവിലില്ല. പിന്നെ മാധ്യമങ്ങൾ കഴിഞ്ഞ 2 ദിവസമായി അത്തരത്തിലുള്ള ഒരു വാർത്ത പുറത്തു വിടുന്നുണ്ട്. ആ വാർത്തയോട് ഞങ്ങളുടെ നേതാവ് PK കുഞ്ഞാലിക്കുട്ടി സാഹിബ് വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. ഔദ്യോഗികമായി അത്തരത്തിലുള്ള ഒരു ചർച്ചയും നടത്തിയിട്ടില്ല. ഇപ്പോഴത്തെ UDFിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ഒരു ആവശ്യമുണ്ട് എന്ന് തോന്നുന്നില്ല എന്ന് പ്രതിപക്ഷ നേതാവ് വളരെ കൃത്യമായി വെളിപ്പെടുത്തുകയും ചെയ്തല്ലോ. അപ്പം അതുകൊണ്ട് ആ ചോദ്യം തന്നെ അനാവശ്യമാണ്. ഓക്കെ, ശ്രീ കെ അനിൽകുമാർ, ഇന്നിപ്പോ 12 സീറ്റ് കഴിഞ്ഞ തവണ മത്സരിച്ചു, 13 സീറ്റ് വേണമെന്ന് പറയുക മാത്രമല്ല, ഞങ്ങള് ഭരണത്തിലിരുന്നു കൊണ്ട് തന്നെ വളരെ വലിയ ഇടപെടൽ നടത്തി എന്നുകൂടി പറയുന്നുണ്ട്. പ്രതിപക്ഷത്തിന് ചെയ്യാൻ കഴിയാത്തത് ഞങ്ങൾ ചെയ്തു എന്ന് പറയുകയാണ് ജോസ് കെ മാണി. അങ്ങനെ ഇപ്പോൾ LDFിൽ അല്ലെങ്കിൽ തന്നെ CPI എന്ന തിരുത്തൽ കക്ഷിയുണ്ടല്ലോ, നിങ്ങളുടെ മുന്നണിയിലുള്ള ഘടകകക്ഷികളെല്ലാം ഇങ്ങനെ തിരുത്തൽ നടത്തിക്കൊണ്ടിരിക്കുകയാണോ മുന്നണിക്കകത്തിരുന്ന്? ആദ്യം ഒരു കാര്യത്തിൽ വ്യക്തത വരുത്താം. 2020 സ്വർണ്ണക്കള്ളക്കടത്ത് പോലെ കെട്ടുകഥകൾ പറഞ്ഞ് ഇടതുപക്ഷത്തെ ആക്രമിക്കാനും അപമാനിക്കാനും ഇടതുപക്ഷത്തിന് അർഹമായ ഭരണത്തുറച്ച് നിഷേധിക്കാനും വേണ്ടി ഈ കേരളത്തിനകത്ത് അതിശക്തമായ ഒരു ക്യാമ്പയിൻ നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ഇടതുപക്ഷമാണ് ശരി എന്ന നിലപാട് കേരള കോൺഗ്രസും സ്വീകരിക്കുന്നത്. അന്ന് തന്നെ അത് ആത്മഹത്യാപരമാണ് എന്ന നിലയ്ക്കുള്ള വാദങ്ങളൊക്കെ പല ആളുകളും ഉയർത്തിയിരുന്നു. അവരെ ഓർത്ത് വിലപിച്ചവരും ഉണ്ടായിരുന്നു. പക്ഷേ 2020 തദ്ദേശ തെരഞ്ഞെടുപ്പിലും പിന്നീട് ഇറങ്ങുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും 2 ചിഹ്നത്തിൽ ആ പാർട്ടി മത്സരിക്കുകയും ആ പാർട്ടി കേരള കോൺഗ്രസുകളിലെ ഏറ്റവും പ്രാമാണികത്വമുള്ള പാർട്ടിയായി ഉയർന്നു വരികയും ചെയ്തു. 5 കൊല്ലക്കാലത്തെ ഭരണ നിർവഹണത്തിൽ ഇടതുപക്ഷ ജനാധിപത്യത്തിന് കൂട്ടായിട്ടാണ് പ്രവർത്തിക്കുന്നത്. കൂട്ടായി പ്രവർത്തിക്കുമ്പോൾ ഇടതുപക്ഷ ജനാധിപത്യത്തിനൊപ്പം നിൽക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടികളിൽ കേരള കോൺഗ്രസ് എം എന്ന് പറയുന്നത് നിർണായക ശക്തിയുള്ളൊരു രാഷ്ട്രീയ പാർട്ടിയാണ്. അവർക്ക് അവരുടേതായ ഒരു പാരമ്പര്യമുണ്ട്, വോട്ട് ബേസ് ഉണ്ട്, ഒരു പിന്തുണാ സംവിധാനമുണ്ട്. മലയോരവുമായി ബന്ധപ്പെട്ട് അവരുടേതായ പ്രശ്നങ്ങളും കർഷകരുടെ പ്രശ്നങ്ങളും അധികമായി ഉയർത്തും. അത് മുന്നണിയെ ദുർബലമാക്കാനല്ല, അത്തരം കാര്യങ്ങൾ ഉയർത്തുക എന്നുള്ളത് അവരുടെ ചുമതലയാണ്. ഉയർത്തിയ കാര്യങ്ങളിൽ അതനുസരിച്ച് പ്രവർത്തിക്കുക എന്നുള്ളത് മുന്നണിയുടെ ഉത്തരവാദിത്വമാണ്. ഇത് രണ്ടും ഫലപ്രദമായി നിർവഹിക്കപ്പെട്ടു. മൂന്നാമത്തത്, തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യത്തിലേക്ക് പ്രതീക്ഷിച്ച ഫലമുണ്ടായില്ല. ചില സ്ഥലങ്ങളിൽ ഞങ്ങൾ പരാജയപ്പെട്ടതോടെ മുന്നണിയെ തകർക്കുക എന്നൊരു കുതന്ത്രത്തിലേക്ക് വലതുപക്ഷം നീങ്ങി. പക്ഷേ ഇവിടെ തെരഞ്ഞെടുപ്പിന് ശേഷം കൊട്ടിഘോഷിക്കപ്പെട്ടതുപോലെ മലപ്പുറത്ത് പ്രതിപക്ഷമില്ലാതെയായി. ഇനിയിപ്പം ഇടതുപക്ഷ ജനാധിപത്യത്തിനുണ്ടെങ്കിൽ രക്ഷയില്ല, അടിച്ചങ്ങ് കയറാൻ പോവാണ്. ആ ആർപ്പുവിളികളൊക്കെ അവസാനിച്ചു. വോട്ടിൻ്റെ കണക്ക് വന്നപ്പോൾ യാഥാർത്ഥ്യ ബോധത്തോടെ നിലത്തേക്കിറങ്ങി. എന്താണ് വോട്ടിൻ്റെ കണക്ക്? 84 ലക്ഷം വോട്ട് LDFിനുണ്ട്, UDFിന് 90 ലക്ഷം വോട്ടുണ്ട്, സത്യമാണ്.
പക്ഷേ യു ഡി എഫിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ജന്മവൈകല്യം എന്ന് പറയുന്നത് യു ഡി എഫിൻ്റെ വോട്ട് വർദ്ധിച്ചിരിക്കുന്നത് 2 ജില്ലകളിൽ മാത്രമാണ്. അതിൽ പ്രധാനമായും മലപ്പുറത്താണ് 6 ലക്ഷം വോട്ടിൻ്റെ അധിക വോട്ടുള്ളത്. അത് വെച്ച് കേരളം ജയിക്കാനാവില്ല. ഇപ്പോൾ യു ഡി എഫിൻ്റെ ഈ ജന്മവൈകല്യത്തെ പരിഹരിക്കാൻ മധ്യ തിരുവിതാംകൂറിൽ ഇന്നുള്ള കേരള കോൺഗ്രസ് പോരാ എന്ന കനകോലു സിദ്ധാന്തത്തിൻ്റെ ഭാഗമായിട്ടാണ് യഥാർത്ഥത്തിൽ കേരള കോൺഗ്രസിനെ തട്ടിപ്പറിക്കുക. ആ പാർട്ടിയെ തട്ടിപ്പറിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ പുലർത്തുക. ഇതിനാവശ്യമായ നുണപ്രചരണങ്ങൾ നടത്തി. ആ നുണപ്രചരണങ്ങൾക്ക് കേരളത്തിലെ മാധ്യമങ്ങൾ ഇരയായവരുണ്ട്, അറിഞ്ഞുകൊണ്ട് പങ്കെടുത്തവരുണ്ട്. ഒരു കാര്യം ഞാൻ പറയാം. സോണിയാഗാന്ധിയെപ്പോലൊരു നേതാവ് ജോസ് കെ മാണിയെ വിളിച്ചു എന്നൊരു വാർത്ത വന്നാൽ അത് നിഷേധിക്കുന്നതിന് എത്ര സെക്കൻഡ് വേണം? ഞങ്ങളുടെ AICCയുടെ പ്രധാനപ്പെട്ടൊരു നേതാവാണല്ലോ, ജോസ് കെ മാണിയെ വിളിച്ചിട്ടില്ല എന്ന് പറയാൻ എത്ര സെക്കൻഡ് വേണം? ഇന്നേ വരെ നിഷേധിച്ചോ? ശരി, ജോസ് കെ മാണി നിഷേധിച്ചിട്ടുണ്ടോ? ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വരുമ്പോൾ ആര് നിഷേധിച്ചു? ജോസ് കെ മാണി നിഷേധിച്ചിട്ടുണ്ടെന്ന് പറയാം. ആര് നിഷേധിച്ചു? അല്ലല്ല, ഞാൻ പറയുന്നത് മനസ്സിലായി. കോൺഗ്രസ് പാർട്ടിയിലെ ഒരാൾ നിഷേധിച്ചോ? 2 പാലായിലെ മാണി കാപ്പൻ വണ്ടി പിടിച്ച് മലപ്പുറത്തിന് പോയി. പണ്ട് AK ആന്റണിക്ക് തിരൂരങ്ങാടി സീറ്റ് കൊടുത്ത പോലെ തിരുവമ്പാടി സീറ്റ് മാണി കാപ്പന് കൊടുക്കാം. കുഞ്ഞാലിക്കുട്ടി ചർച്ച നമ്മുടെ കേരളത്തിലെ മാധ്യമങ്ങളിലെല്ലാം വന്നു. ചർച്ചയ്ക്ക് കാപ്പൻ പോയി. ഏതെങ്കിലും ഒരു നേതാവ്, മുസ്ലിം ലീഗിൻ്റെ നേതാവ്, ഇക്കാര്യത്തിന് വണ്ടി പിടിച്ച് മലപ്പുറത്തിന് വരണ്ട എന്ന് കാപ്പനോട് പറഞ്ഞു? ശരി, എന്തിനാ ഈ കോലാഹലം ഉണ്ടാക്കിയത്? കേരള കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടിയിൽ വളരെ ബോധപൂർവ്വം അഭിപ്രായ വ്യത്യാസം ഉണ്ടാക്കുക. അതിന് കത്തോലിക്ക സഭയടക്കമുള്ള സഭാ നേതൃത്വത്തെ രാഷ്ട്രീയത്തിൽ ഇടപെടുന്നവരാണ് എന്ന തെറ്റായ ആഖ്യാനം ഉണ്ടാക്കുന്നതിന് സഭയെ അപമാനിക്കാൻ ശ്രമിച്ചു. അയ്യോ, അതാരാണ് അതാണ് പ്രധാനപ്പെട്ട കാര്യം. കേരള കോൺഗ്രസിന്റെ MLA ആയ പ്രമോദ് നാരായണനാണ് പറഞ്ഞത് സഭയുടെ സമ്മർദ്ദമുണ്ട് എന്ന്. വേറെ ആരുമല്ല പറഞ്ഞത്. അതിപ്പോ മാധ്യമങ്ങളല്ല, UDF അല്ല, സഭയുടെ സമ്മർദ്ദം ഉണ്ട് എന്ന് റാന്നി MLA തന്നെയാണ് പറഞ്ഞത്. നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? അതെ, അതാണ് അഭിലാഷ് ഇപ്പൊ ഇരയായെന്ന് ഞാൻ പറയുന്നത്. പ്രമോദ് നാരായണൻ അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ കൃത്യമായിട്ട് പറഞ്ഞു, ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല. ഇല്ലെങ്കിൽ പറഞ്ഞു എന്നുള്ളതിന് അഭിലാഷ് ഈ ഷോയിൽ അത് കാണിക്കാമെങ്കിൽ ഞാൻ അങ്ങയുടെ നന്ദിയുണ്ട്. മലയാള മനോരമയുടെ പ്രമോദ് നാരായണന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് വായിച്ചു. മലയാള മനോരമയുടെ പ്രധാന പേജിലെ പ്രധാന വാർത്തയിലൊന്നായിരുന്നു. അതാണ് കള്ളം പറഞ്ഞു. അത് പച്ചക്കള്ളം എന്ന് പ്രമോദ് നാരായണന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ബഹുമാനപ്പെട്ട അഭിലാഷ് കാണിക്കണം. ഞാൻ പറയുന്ന മലയാള മനോരമ തന്നെയാണ് ഈ ഗൂഢാലോചനയ്ക്ക് നേതൃത്വം കൊടുത്തത്. കോട്ടയത്തുനിന്ന് UDFനെ രക്ഷിക്കാൻ അത് കൃത്യമായിട്ട് പറയുന്നു. അത് പ്രമോദ് നാരായണൻ എന്ന് പറയുന്ന MLA അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നു, ഞാൻ ശബരിമലയായിരുന്നു, പത്രം വായിക്കാൻ പറ്റിയില്ല, എനിക്കെതിരെ ഈ നുണപ്രചരണം, സഭ ഇടപെടുന്നു എന്ന് എന്നെക്കുറിച്ചൊരു കള്ളമുണ്ടാക്കി. ഞാൻ മനോരമയോട് അത് പറഞ്ഞിട്ടില്ല. അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ഉണ്ട്. ഇതാണ് ഞാൻ പറയുന്നത്. വ്യാജ വാർത്തകൾക്ക് മാധ്യമങ്ങൾ ഇരയായി, മാധ്യമപ്രവർത്തകരിരയായി. എന്തിനു വേണ്ടി? കത്തോലിക്ക സഭ പോലെ പ്രവർത്തിക്കുന്ന, വളരെ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഒരു സഭയെ പോലും രാഷ്ട്രീയത്തിലേക്ക് വലിച്ചിഴയ്ക്കാൻ കേരളത്തിലെ മാധ്യമങ്ങൾ വളരെ ബോധപൂർവം അട്ടിമറി നടത്തി. ആ അട്ടിമറി പൊളിഞ്ഞു എന്ന് മാത്രമല്ല, UDFന് ഇനി തുടർഭരണം, UDFന് ഇനി അടുത്ത ഭരണമില്ല, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കാണ് തുടർ ഭരണം എന്ന ഒരു ബോധ്യത്തിലേക്ക് ജനങ്ങൾ വന്നു. ഇന്നത്തെ ദിവസത്തെ ഏറ്റവും വലിയ വാർത്ത KC വേണുഗോപാൽ നിർത്തി. മുഖത്തടി കിട്ടിയപ്പോൾ KC വേണുഗോപാൽ പറഞ്ഞു, ഞാൻ മത്സരിക്കാനില്ല. ഇന്ന് KC വേണുഗോപാലിന്റെ ശരീരഭാഷയും BD സതീശന്റെ ശരീരഭാഷയും മനസ്സിലാക്കി കഴിഞ്ഞാൽ പിണറായി സർക്കാരിന് LDFന് മൂന്നാം തുടർ ഭരണത്തിലേക്ക് പോവുകയാണ്. LDF കരുത്തോടു കൂടി മുന്നോട്ട് പോകും. ശരി, ഓക്കെ. ശ്രീ ജേക്കബ് ജോർജ്, ഇന്നിപ്പോ സ്റ്റിയറിംഗ് കമ്മിറ്റിയിൽ സ്റ്റിയറിംഗ് വലത്തേക്ക് തിരിഞ്ഞില്ല, ഇടതുപക്ഷത്ത് നിൽക്കും എന്ന് ഉറപ്പിച്ചു പറയുന്ന ജോസ് കെ മാണി കഴിഞ്ഞ തവണ മാധ്യമങ്ങളെ കണ്ട് പ്രതികരിച്ചതിനേക്കാൾ ഉറപ്പ് ഇന്ന് ജോസ് കെ മാണിയുടെ വാക്കുകൾക്കുണ്ടായിരുന്നു. ഞങ്ങൾ ഇടതുപക്ഷത്ത് തന്നെയാണെന്ന് മാത്രമല്ല, ഇടതുപക്ഷമാണ് ഞങ്ങളെ ചേർത്ത് പിടിച്ചത്, പിണറായി വിജയനാണ് ഞങ്ങളെ ചേർത്ത് പിടിച്ചത്, അപമാനിച്ച് ഇറക്കി വിട്ട ഇടത്തേക്ക് ഞങ്ങൾ 5 കൊല്ലം കഴിഞ്ഞാൽ പിന്നെ പോണോ എന്ന ചോദ്യം കൂടി ചോദിക്കുകയുണ്ടായി. അപ്പോൾ കേരള കോൺഗ്രസിന്റെ മുന്നണി മാറ്റം എന്നുള്ളത് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് അസംഭവ്യമാണെന്ന് ഉറപ്പിക്കാമോ? തീർച്ചയായും. അത് നേരത്തെ നമ്മളൊക്കെ ചർച്ചയിൽ ഞാൻ അങ്ങനെ തന്നെയാണ് അഭിപ്രായപ്പെട്ടിട്ടുള്ളത്.
ഒരു കാരണവശാലും ഇന്നത്തെ സാഹചര്യത്തിൽ കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പ്, കാരണം കഴിഞ്ഞ തവണത്തേതേ 5 വർഷം മുമ്പ് അവർ മാറിയതിന് കാരണങ്ങളൊക്കെ ഇപ്പോഴും നിൽക്കുന്നു. അന്നത്തെ കഥാപാത്രങ്ങളൊക്കെ ഇപ്പോഴും കോൺഗ്രസിലുണ്ട്. ഇവരെ ഉപദ്രവിച്ചവർ, കെ മാണി സാറിനെ ഉപദ്രവിച്ചവരൊക്കെയും ഉണ്ട്. അതൊക്കെ പെട്ടെന്ന് മറക്കാൻ പറ്റില്ല എന്നാണ് ജോസ് കെ മാണിയുടെ രാഷ്ട്രീയത്തിൽ 5 വർഷം എന്നൊക്കെ പറയുന്നത് വലിയ കാലയളവല്ലേ? വലിയ കാലയളവാണ്. പക്ഷേ ഓരോ 5 വർഷവും അല്ല അഭിലാഷ, ഒന്ന് ആലോചിച്ച് നോക്കി, ഓരോ 5 വർഷവും തിരഞ്ഞെടുപ്പ് വരുമ്പോഴത്തേക്ക് ഞങ്ങൾ കാലം മാറാൻ പോവാണ് എന്ന് പറയുന്ന ഒരു പാർട്ടിയുടെ അന്തസ്സിനെ ബാധിക്കുന്ന കാര്യമാണ്. പാർട്ടിക്കൊരു അന്തസ് വേണമല്ലോ, രാഷ്ട്രീയ പാർട്ടിക്ക്. അതും കേരള കോൺഗ്രസ് ഒത്തിരി പിളർന്നും വളർന്നും ഒക്കെയാണ് കേരള കോൺഗ്രസ് ഇവിടം വരെ എത്തിയത്. അതൊക്കെ ശരിയാണ്. പക്ഷേ അവർക്ക് ഇവിടുന്ന് മാറാൻ എന്താണ് അവർക്കൊരു കാരണം? പിണറായി വിജയൻ അവരെ കാര്യമായിട്ട് നോക്കുന്നുണ്ട്. മുഖ്യമന്ത്രി മാത്രമല്ല, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ അവർക്ക് നല്ല സ്ഥാനമുണ്ട്. മന്ത്രിസഭയിൽ ഒരു നല്ല വകുപ്പുണ്ട്, അത്യാവശ്യം നല്ല വകുപ്പുണ്ട്. റോഷി അഗൻസ്റ്റ് ഒരു പ്രഗത്ഭനായ മന്ത്രിയാണ്. അങ്ങനെ നോക്കുമ്പോഴത്തേക്ക് അവർക്ക് എന്താണ് കോട്ടം? അല്ല, കാരണമില്ല എന്ന് പറഞ്ഞത് ഞാൻ യോജിക്കാം. പക്ഷേ ഉള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ ക്രിസ്ത്യൻ മുസ്ലിം കൺസോൾട്ടേഷൻ UDF അനുകൂലമാണെന്ന് വിവിധ ജില്ലകളിലെ തെരഞ്ഞെടുപ്പ് ഫലം പറയുകയാണ്. അങ്ങനെ നോക്കിയാൽ കേരള കോൺഗ്രസിന്റെ അടിസ്ഥാന വോട്ടർമാർ സ്വതവേ ഒരു കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ സ്വഭാവമുള്ളവരാണ്. പ്രത്യേക സാഹചര്യത്തിൽ അവർ കഴിഞ്ഞ തവണ LDF വോട്ട് ചെയ്തു. പക്ഷേ ഇത്തവണ അവർ LDF വോട്ട് ചെയ്യോ? അങ്ങനെയാണെങ്കിൽ ഉപ്പുവെച്ച കലം പോലെ ആവില്ലേ കേരള കോൺഗ്രസ്? പക്ഷേ അഭിലാഷേ, ഞങ്ങളൊക്കെ മധ്യതിരാങ്കൂറിൽ നിന്ന് വരുന്നവരാണ്, നമുക്കറിയാം. അവിടുത്തെ ക്രിസ്ത്യാനികളുടെ ഒരു സ്വഭാവം, ക്രിസ്ത്യാനികൾ ആൻറ്റി കമ്മ്യൂണിസ്റ്റ് ചിന്താഗതിക്കാരാണ്, സംശയമില്ല. അവരൊരു പ്രോ കോൺഗ്രസ് ആൾക്കാരാണ്. പക്ഷേ 1964 കേരള കോൺഗ്രസിൻ്റെ വരവ്, അങ്ങനെ കേരള കോൺഗ്രസ് ഒരു വലിയ മലവെള്ളപ്പാച്ചിൽ പോലെ ആ മധ്യതിരാങ്കൂറിൽ ക്രിസ്ത്യാനികൾക്കിടയ്ക്ക് ആഞ്ഞടിച്ചു. അങ്ങനെ ഒരു വലിയ സംഭവമായിട്ട് വളർന്നു വന്നു. എത്ര സീറ്റൊക്കെ അവർ ആദ്യഘട്ടത്തിലൊക്കെ നേടിയത് വലിയ സംഭവമാണ്. പക്ഷേ ഇന്ന് കേരള കോൺഗ്രസ് വിട്ടാൽ അവർ കോൺഗ്രസിനെതിരെയാണ് ചിന്തിക്കുക. അങ്ങനെയാണ് ഇവർ BJP ലൈൻ ക്രിസംഗിയൊക്കെ ഉണ്ടായത്. അവർ ഇന്നത്തെ നിലയ്ക്ക് BJPയിലോട്ട് പോകുന്നില്ല, അവർ CPMലേക്കാണ് പോയത്. കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പിൽ പത്തനംതിട്ട ജില്ലയിൽ, കോട്ടയം ജില്ലയിലൊക്കെ കണ്ടത് അതാണ്. പത്തനംതിട്ട ജില്ലയിൽ 2 തെരഞ്ഞെടുപ്പായിട്ട് 5-ൽ 5 സീറ്റും ഇടതുപക്ഷത്തിനാണ്. എന്തുകൊണ്ട്? ക്രിസ്ത്യൻ വോട്ടിൻ്റെ ഒരു ചായ്വ് ഇടതുപക്ഷത്തേക്കുണ്ടായി. പ്രകടമായ ചായ്വാണത്. അത് കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പ് ഉണ്ടായത് കൊണ്ടല്ല, പക്ഷേ ഉണ്ട്. പിന്നീട് ബിഷപ്പുമാരുടെ പ്രശ്നം, ഈ UDFൻ്റെ അകത്തോട്ട് മുസ്ലിം ലീഗ് വരുമ്പോൾ, ഷാഫി ചാലിയും കേൾക്കണേ, വരുമ്പോൾ ഒരു 4-5 മന്ത്രിമാർ, കോൺഗ്രസിനകത്തു നിന്നൊരു മുസ്ലിം മന്ത്രി. അപ്പോൾ UDF ഭരണം വന്നാൽ മുസ്ലിമിൻ ഭരണത്തിൽ ഒരു ശക്തി കേന്ദ്രമാവും. അത് ക്രിസ്ത്യൻ വിഭാഗത്തിന്, ചില വിഭാഗങ്ങൾക്ക് സഹിക്കാൻ പറ്റുന്നില്ല, മുൻകൂട്ടി ചിന്തിക്കാൻ കഴിയുന്നില്ല. അതുകൊണ്ട് മാണി ഗ്രൂപ്പ് ഇങ്ങേപ്പുറത്ത് വന്നിട്ട് ഒരു സന്തുലിതാവസ്ഥ UDFൽ സൃഷ്ടിക്കണം എന്നൊരു ചിന്തയാണ് ചുരുക്കം ചില ബിഷപ്പുമാർക്കുള്ളത്. അതാണ് ഈ സമ്മർദ്ദം എന്നൊക്കെ പറയുന്നത്. അത് സമ്മർദ്ദമായിട്ട് വന്നിട്ടുണ്ട്. പക്ഷേ അതിനെ അതിജീവിക്കാൻ ജോസ് കെ മാണി തയ്യാറായി. ജോസ് കെ മാണി മാത്രമല്ല, കൂടെ നിൽക്കുന്നവരെല്ലാവരും 1-2 പേരെ മാത്രമേ ഉള്ളൂ എതിരായിട്ട് നിൽക്കുന്നത്. ശരി, ഓക്കെ. അതാണ് ശ്രീ ജോർജ് പൊടിപ്പാറ. പല അഭ്യൂഹങ്ങളുണ്ടായിരുന്നു, രാഷ്ട്രീയ ഉപശാലകളിൽ പല ചർച്ചകളുണ്ടായിരുന്നു. 2 MLA മാർ, വിശേഷിച്ച് പൂഞ്ഞാർ ചങ്ങനാശ്ശേരി MLA മാർ ഖണ്ഡിതമായി UDFലേക്ക് പോകണമെന്ന നിലപാടെടുക്കുന്നു. അതേസമയം തന്നെ റോഷിയുടെ നേതൃത്വത്തിൽ മറ്റു 3 MLA മാർ മറുവശത്ത് നിൽക്കുന്നു. പോവാൻ തീരുമാനമെടുത്താൽ പിളർപ്പ് ഒഴിവാക്കാൻ വേണ്ടി ജോസ് കെ മാണി ഇതിനെ ഒന്ന് തണുപ്പിച്ചതാണ് എന്ന വാദം കഴിഞ്ഞ ദിവസം വരെ ഉണ്ടായിരുന്നു. പക്ഷേ ഇന്നത്തെ സ്റ്റിയറിംഗ് കമ്മിറ്റി കഴിയുമ്പോൾ അങ്ങനെ ആ തരത്തിലൊരു വ്യാഖ്യാനം സാധ്യമാണോ? ഇനി ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ ഇനി ജോസ് കെ മാണിയും പാർട്ടിയും UDFലേക്ക് വരാൻ തയ്യാറായാൽ പോലും UDF എടുക്കുമെന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിനകത്ത് അവരെ സംബന്ധിച്ചിടത്തോളം, ഒരു UDFനെ സംബന്ധിച്ചിടത്തോളം ജോസ് കെ മാണിയുടെ പാർട്ടി വരുന്നതിനെ ആദ്യം മുതൽ അവർ സ്വാഗതം ചെയ്തിരുന്നു. UDF തന്നെ കോൺഗ്രസിനേക്കാൾ കൂടുതൽ ഈ കാര്യത്തിൽ താല്പര്യമെടുത്തതും ഇവരെ തിരിച്ചു കൊണ്ടുവരാൻ കുറച്ചുകൂടി ആവേശം കാണിച്ചത് മുസ്ലിം ലീഗാണ്. പ്രത്യേകിച്ച് PK കുഞ്ഞാലിക്കുട്ടി എന്ന് പറയുന്ന നേതാവിനെ സംബന്ധിച്ചിടത്തോളം മുസ്ലിം ലീഗിൻ്റെ അനിശ്ചിത നേതാവാണ് അദ്ദേഹം തീർച്ചയായിട്ടും കേരള കോൺഗ്രസ് എന്ന് പറയുന്നത് അടിസ്ഥാനപരമായി UDFനോടൊപ്പം ഉണ്ടാകേണ്ട ഒരു പാർട്ടിയാണ്. അവരുടെ നാച്ചുറൽ ചോയ്സ് എന്ന് പറയുന്നത് UDF ആണ്. അതുകൊണ്ട് തന്നെ ആ പാർട്ടി UDFൻ്റെ ഭാഗമായി ഉണ്ടാകണമെന്ന് ആഗ്രഹിച്ചൊരു വ്യക്തിയാണ്. അത് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിച്ചാണ്. അല്ലാതെ ഏതെങ്കിലും ഒരു ഇന്നലെയോ മിനിഞ്ഞാന്നോ ഏതെങ്കിലും പ്രത്യേക രാഷ്ട്രീയ സാഹചര്യം ഉണ്ടായപ്പോൾ താല്പര്യം കാണിച്ചതല്ല. ആദ്യം മുതലേ മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു താല്പര്യം ഉണ്ടായിരുന്നു.
ഇപ്പോൾ ഈ അടുത്ത ദിവസങ്ങളിൽ അങ്ങനെ ഒരു സൂചനകളൊക്കെ പുറത്തു വന്നതോടുകൂടി കൃത്യമായിട്ട് തന്നെ കേരള കോൺഗ്രസിനെ UDFൻ്റെ ഭാഗമാക്കാൻ മുസ്ലിം ലീഗ് കുറച്ചുകൂടി കോൺഗ്രസിനേക്കാൾ കൂടുതൽ താല്പര്യം എടുത്തു എന്ന് വേണം മനസ്സിലാക്കാൻ. പക്ഷേ നിർഭാഗ്യവശാൽ ജോസ് കെ മാണി ആദ്യഘട്ടത്തിൽ അതിനോട് അനുകൂലമായ ഒരു നിലപാടെടുത്ത്, ഇപ്പോൾ താങ്കൾ തന്നെ പറഞ്ഞു, ചങ്ങനാശ്ശേരി MLA അതുപോലെ തന്നെ സെബാസ്റ്റ്യൻ കുളത്തെങ്കിൽ പൂഞ്ഞാർ MLA ഈ UDFനോടൊപ്പം ചേരണം, പൂഞ്ഞാർ MLA UDFനോടൊപ്പം ചേരണം എന്ന അഭിപ്രായക്കാരായിരുന്നു. പക്ഷേ ഇതിനകത്ത് ഏറ്റവും കൃത്യമായിട്ട് UDFനോടൊപ്പം ചേരില്ല, അങ്ങനെ വന്നാൽ പാർട്ടി പിളർന്നാലും ശരി UDFിലേക്ക് ഇല്ല എന്ന നിലപാടെടുത്തത് മന്ത്രി റോഷി അഗസ്റ്റിനാണ്. അതിന് അദ്ദേഹത്തിൻ്റെതായ കാരണങ്ങളുണ്ടാകാം. പക്ഷേ റോഷി അഗസ്റ്റിന് അങ്ങനെ ഒരു നിലപാടെടുത്തപ്പോൾ അങ്ങോട്ടുമില്ല ഇങ്ങോട്ടുമില്ല, ചെയർമാൻ എന്ത് തീരുമാനം എടുത്താലെന്ന് പറഞ്ഞു നിന്നിരുന്ന ചീഫ് വിപ്പ് ശ്രീ ജയരാജ് ആ കൂട്ടത്തിൽ കൂടി. അതോടൊപ്പം തന്നെ റാന്നി MLA പ്രമോദ് നാരായണനും ആ കൂടെ കൂടി. ചുരുക്കി പറഞ്ഞിട്ടുണ്ടെങ്കിൽ UDFനോടൊപ്പം ചേരാൻ തീരുമാനമെടുത്താൽ 3 MLAമാരെങ്കിലും മറുവശത്ത് LDFിൽ ഉറച്ചു നിൽക്കും. അങ്ങനെ വന്നാൽ പാർട്ടി പിളരും എന്ന കൃത്യമായൊരു ബോധ്യം ജോസ് കെ മാണിക്ക് വന്നതോടെയാണ് ഈ നീക്കം പൊളിഞ്ഞതും. ഒടുവിൽ ഇന്ന് ജോസ് കെ മാണി ഖണ്ഡിതമായിട്ട്, ഇന്നലെ മിനിഞ്ഞാന്ന് പോലും അദ്ദേഹം പറഞ്ഞപ്പോൾ ചില സൂചനകളുണ്ടായിരുന്നു, ഞങ്ങൾ UDFിലേക്കില്ല, ഞങ്ങൾ ഒറ്റക്കെട്ടായി ഒരു മുന്നണിയോടൊപ്പം നിൽക്കുമെന്നൊക്കെ പറഞ്ഞോളൂ. പക്ഷേ ഇന്ന് വളരെ കൃത്യമായിട്ട് 5 MLAമാരും പറയുന്നു, അതുപോലെ തന്നെ പ്രധാന നേതാക്കൾ പറയുന്നു, ജോണി നെല്ലൂർ അടക്കമുള്ള അങ്ങനെയുള്ള ആളുകളെല്ലാം പറയുന്നു, എല്ലാവരും ഇന്ന് ഖണ്ഡിതമായി. ഇനി UDF അങ്ങനെ ഒരു വിചാരമായിട്ട് നടക്കേണ്ട കാര്യമില്ലെന്ന് തോന്നുന്നു. പക്ഷേ ഇത് ഏകപക്ഷീയമായിട്ട് കേരള കോൺഗ്രസ് UDFിലേക്ക് വന്നാൽ അത് ഏകപക്ഷീയമായിട്ട് UDFിനുണ്ടാകുന്നൊരു നേട്ടമെന്ന് പറയാനും പറ്റില്ല. ഞാൻ തുടക്കത്തിൽ ഇങ്ങനൊരു നീക്കം ഉണ്ടായപ്പോൾ തന്നെ കേരള കോൺഗ്രസ് UDFിലേക്ക് വന്നാൽ അത് UDFിനെ സംബന്ധിച്ചിടത്തോളം വളരെ നന്നായിരിക്കുമെന്ന് പറഞ്ഞ ഒരാളാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ മധ്യ തിരുവിതാംകൂറിൽ LDFിൻ്റെ വിജയസാധ്യത എന്ന് പറയുന്നത് വലിയൊരളവിൽ കേരള കോൺഗ്രസ് എമ്മിൻ്റെ വോട്ടുകളിലാണ്. അല്ലെങ്കിൽ അവർക്ക് വിജയസാധ്യത വളരെ കുറവാണ്. അവർക്ക് മത്സരിക്കാനുള്ള ശേഷിയുണ്ട്, അവർ ശക്തരാണ്. പക്ഷേ UDFിനെ തോൽപ്പിക്കാനുള്ള വോട്ടുകൾ അവർക്ക് മിക്കപ്പോഴും കിട്ടുന്നത് കേരള കോൺഗ്രസ് എമ്മിൻ്റെ വോട്ടുകൾ കൂടി ചേരുമ്പോഴാണ്. അപ്പോൾ പത്തനംതിട്ടയിലായാലും ഇടുക്കിയിലായാലും കോട്ടയത്തായാലും ശരി, ഈ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ നമ്മൾ കണ്ടു വളരെ കൃത്യമായിട്ട് UDFിനൊരു എഡ്ജുണ്ട്, വളരെ കൃത്യമായിട്ട്. ഇപ്പോൾ നേരത്തെ ജേക്കബ് ജോർജ് പറഞ്ഞല്ലോ, പത്തനംതിട്ടയിൽ 5 സീറ്റും ജയിച്ചത് 2 തവണയായിട്ട് 5 സീറ്റും LDFിന് കിട്ടി. അതുപോലെ തന്നെ കോട്ടയത്ത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 5 സീറ്റ് LDFിന് കിട്ടി. അതുപോലെ തന്നെ ഇടുക്കിയിൽ 1 സീറ്റ് ഒഴികെ ബാക്കിയെല്ലാം കിട്ടി. പക്ഷേ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ ഫലം ഒന്ന് പരിശോധിക്കുമ്പോൾ ഈ 3 ജില്ലകളിൽ കേരള കോൺഗ്രസിന് ഏറ്റവും കൂടുതൽ ശക്തിയുള്ള ഈ 3 ജില്ലകളിൽ LDFിൻ്റെ അവസ്ഥ എന്താ? LDFിൻ്റെ അവസ്ഥയേക്കാൾ കേരള കോൺഗ്രസിൻ്റെ അവസ്ഥ എന്താ? അവർക്ക് വിജയിക്കാം എന്ന പ്രതീക്ഷയുണ്ടോ ഇപ്പോഴത്തെ വോട്ടിൻ്റെ കണക്കനുസരിച്ച്? ഈ പറയുന്ന റോഷി അഗസ്റ്റിൻ്റെ മണ്ഡലത്തിൽ 15,000-ലധികം വോട്ടിൻ്റെ വ്യത്യാസമുണ്ട് ഭൂരിപക്ഷം. എന്നിട്ടും റോഷി അഗസ്റ്റിൻ പോകുന്നില്ല എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് റോഷി അഗസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം ഒരുപക്ഷെ LDFിൽ നിന്ന് ജയിക്കുന്നത് തന്നെയാണ് ലാഭകരം. കാരണം എന്താണെന്ന് വെച്ചാൽ അദ്ദേഹം വിചാരിക്കുന്നത് ജോസ് കെ മാണി എവിടെ നിന്ന് ജയിക്കും? ഈ LDFിൽ നിന്ന് പാലായിൽ മത്സരിച്ചാൽ മാണി സി കാപ്പനുമായിട്ട് ഇന്നത്തെ സാഹചര്യത്തിൽ UDFിൻ്റെ ആ ഒരു ഈക്വേഷനിൽ വെച്ച് ഇപ്പോഴത്തെ ഒരു രാഷ്ട്രീയ അന്തരീക്ഷത്തിൽ മാണി സി കാപ്പനുമായിട്ട് മത്സരിച്ച് ജയിക്കാൻ ജോസ് കെ മാണിക്ക് സാധിക്കുമോ? ഞാൻ വിചാരിക്കുന്നില്ല അങ്ങനെ സാധിക്കുമെന്ന്. അദ്ദേഹത്തിന് ഇന്നത്തെ സാഹചര്യത്തിൽ ഇവിടേക്ക് പോകാൻ പറ്റുമോ? കടുത്തുരുത്തിയിൽ പോയി ജയിക്കാൻ പറ്റുമോ? എനിക്ക് തോന്നുന്നില്ല ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ. അപ്പോൾ അദ്ദേഹം ഏത് മണ്ഡലത്തിൽ നിന്ന് ജയിക്കും? ശ്രീ അനിൽകുമാർ അതിനൊരു ഉത്തരം പറയണം. അദ്ദേഹത്തിന് സുരക്ഷിതമായൊരു മണ്ഡലം കൊടുക്കാൻ LDFിന് പറ്റുമോ? അദ്ദേഹത്തെ ജയിപ്പിച്ചെടുക്കാൻ കോട്ടയം ജില്ലയിൽ ജോസ് കെ മാണിക്ക് സുരക്ഷിതമായൊരു മണ്ഡലം ഈ സീറ്റിൽ നിർത്തി ഞങ്ങൾ ജയിപ്പിക്കുമെന്ന് ഉറപ്പിച്ച് പറയാൻ ശ്രീ അനിൽകുമാറിന് സാധിക്കുമോ? എനിക്ക് തോന്നുന്നില്ല സാധിക്കുമെന്ന്. പത്തനംതിട്ടയിൽ ഏതെങ്കിലും മണ്ഡലത്തിൽ നിർത്തി ജയിപ്പിക്കാമെന്ന് ഉറപ്പുണ്ടോ താങ്കൾക്ക്? ഇടുക്കിയിൽ ജയിപ്പിക്കാമെന്ന് ഉറപ്പുണ്ടോ? ജോസ് കെ മാണിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം വെറുതെ അല്ല UDF എന്ന് പറയുന്ന ഓപ്ഷനെ കുറിച്ച് ചിന്തിച്ചത്. കാരണം അദ്ദേഹത്തിന് ജയിക്കാൻ പറ്റിയ ഒരു സാഹചര്യം ഈ 3 ജില്ലകളിൽ അങ്ങനെയുള്ള കാൽക്കുലേഷൻസ് ഈ ആലോചനകൾക്ക് പിറകിൽ ഉണ്ടാവാം. നിശ്ചയമായിട്ടും മറ്റ് MLAമാരുടെ ആലോചനയിലും അതൊരു ഘടകമാകാം. ഡോക്ടർ മോഹൻ വർഗീസ്, ഇതിപ്പോ കേരള കോൺഗ്രസ് LDF പാളയത്തിൽ നിന്ന് UDFിലേക്ക് പോയിരുന്നെങ്കിൽ നറേറ്റീവ് കുറെ കൂടി സെറ്റായേനെ, തുടർ ഭരണമില്ല, UDFിന്റെ സർക്കാർ വരുന്നു എന്നുള്ള ആ ഒരു ബാൻഡ് വാഗണിൽ ഒരു സംഗതിയായി മാറിയേനെ. തദ്ദേശ തെരഞ്ഞെടുപ്പിലെ മേൽക്കൈ UDFിനെ സംബന്ധിച്ച് പോസിറ്റീവായിട്ടുള്ള ഘടകമാണ്. UDF ആണ് പോൾ പൊസിഷനിൽ. ഇപ്പോൾ LDFിൽ ഉറച്ചു നിൽക്കുകയാണ് എന്ന കേരള കോൺഗ്രസിന്റെ നിലപാട് കുറെയെങ്കിലും LDFിന് ആത്മവിശ്വാസം നൽകുന്നതാണോ, കോൺഫിഡൻസ് നൽകുന്നതാണോ എന്ന് തോന്നുന്നു? ഇവിടെ ഇന്നത്തെ ശ്രീ ജോസ് കെ മാണിയുടെ പത്രസമ്മേളനം ശ്രദ്ധിച്ചു. അതിൻ്റെ ഒരു ടോൺ ആൻഡ് ടെനർ ശ്രദ്ധിച്ചപ്പോൾ ഈ ചോദ്യത്തിൻ്റെ ഉത്തരത്തിലേക്കാണ് വരുന്നത്.
അവിടെ ഇടതുവശത്ത് സ്റ്റീഫൻ ജോർജിനെയും വലതുവശത്ത് മന്ത്രിയെയും റോഷി അഗസ്റ്റിനെയും ഇരുത്തിക്കൊണ്ട് കേരള കോൺഗ്രസിൻ്റെ ചെയർമാൻ ജോസ് പറഞ്ഞ ഒരു കാര്യമാണ് എൻ്റെ മനസ്സിൽ. ഇതൊരു പാഠപുസ്തകമാണ്, ഇതൊരു പുസ്തകമാണ്, ഇത് ഞങ്ങൾ അടച്ചിരിക്കുന്നു. ഇത് പറയുമ്പോൾ ഈ കണ്ണിലൊരു തിളക്കം, ഒരു ചിരി ഒക്കെ ഉണ്ടായിരുന്നു എന്നൊരു സംശയമുണ്ട്. കാരണം ഇപ്പോഴും പൊതുവേ ഈ പാനലിൻ്റെ അഭിപ്രായത്തോടൊപ്പം അല്ല എനിക്ക് ആ ഒരു ചിന്ത വരുന്നത്. നല്ലൊരു വിദ്യാർത്ഥിയാണ് ജോസ് കെ മാണി. കേരള കോൺഗ്രസിൻ്റെ നേതാക്കളൊക്കെ തന്നെ നല്ല രാഷ്ട്രീയ വിദ്യാർത്ഥികളാണ്. അവരെ സംബന്ധിച്ചിടത്തോളം പുസ്തകമെന്ന് പറയുന്നത് അടച്ചു വെക്കാനും ആവശ്യമുള്ളപ്പോൾ തുറക്കാനും ഡിഫിക്കൽട്ട് ഒരു പാഠഭാഗം വരുമ്പോൾ തൽക്കാലത്തേക്ക് അത് മാറ്റിവെച്ച് വർദ്ധിത വീര്യത്തോടുകൂടി അത് പഠിച്ചെടുക്കാനും സാധിക്കുന്നവരാണ് നല്ല വിദ്യാർത്ഥികൾ. അതുകൊണ്ടാണ് ഈ പുസ്തകം പെർമനൻ്റായി ഒരു രാഷ്ട്രീയ പുസ്തകവും അതിലെ ഒരധ്യായവും പെർമനൻ്റായി അടച്ചു വെക്കാൻ ആവില്ല. അത് കേരള കോൺഗ്രസ് എന്നല്ല, ഒരു കക്ഷിക്കും ആവില്ല. രാഷ്ട്രീയം അനന്തമായ സാധ്യതകളുടെ കലയാണ്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇവിടെ ഒരു അസ്തിത്വ വിഷയം കേരള കോൺഗ്രസ് മാണി വിഭാഗം നേരിടുന്നു. അതൊരു ഡിഫാക്റ്റോ കാര്യമാണ്, അതൊരു ഒബ്ജക്റ്റീവ് കാര്യമാണ്. അത് മാണി വിഭാഗം മാത്രമല്ല, ജോസഫ് വിഭാഗവും നേരിടുന്നുണ്ട്. പക്ഷേ ഇവിടുത്തെ ഒരു ട്രെൻഡ് അല്ലെങ്കിൽ ഇപ്പോൾ പൊസിഷനിൽ നിൽക്കുന്നത് മധ്യ കേരളത്തിൽ അത് കോൺഗ്രസ് പാർട്ടിയാണ്. UDF-നുള്ളിൽ അത് കോൺഗ്രസ് പാർട്ടിയാണ്. ജൂനിയർ പാർട്ട്ണറായി കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പുമുണ്ട്. അവിടെ ഈ മൊമെന്റം കോൺഗ്രസിനോടും UDF-നോടുമാണ്. കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിൻ്റെ ഉൾപ്പെടെ തട്ടകമായ കോട്ടയം ജില്ലയിലും കാര്യമായ സ്വാധീനമുള്ള പത്തനംതിട്ട ഇടുക്കി ജില്ലയിലും. അങ്ങനെയെങ്കിൽ ആ ബാൻഡ് വാഗണിലേക്ക് മാണി വിഭാഗം കൂടി കടന്നു വന്നാൽ ഒരുപക്ഷെ മാണി വിഭാഗത്തിന് പിന്തുണയെ വോട്ടാക്കി മാറ്റാം. ഇപ്പം മാണി വിഭാഗത്തിൻ്റെ രണ്ടല ചിഹ്നത്തിൽ വോട്ട് ചെയ്യാൻ താല്പര്യമുള്ള ഒരുപാട് പേരുണ്ട്. ആ വോട്ട് ഇടതുപക്ഷത്തേക്ക് മറിക്കാൻ ബുദ്ധിമുട്ടാണ്. അതായത് നേരത്തെ ശ്രീ ജേക്കബ് ജോസ് സാറ് പറഞ്ഞതുപോലെ പൊതുവേ മധ്യ കേരളത്തിൽ, പ്രത്യേകിച്ച് മധ്യ തിരുവിതാംകൂറിൽ ക്രൈസ്തവ സമൂഹത്തിന് ഒരു പ്രോ UDF വികാരമുണ്ട്. അത് കോൺഗ്രസ് എന്നോ കേരള കോൺഗ്രസ് എന്നൊന്നുമല്ല, അതൊരു CPM അനുകൂല ഒരു ചിന്തയല്ല, പൊതുവേ ഉള്ളതാണ്. എക്സെപ്ഷൻസ് ഇല്ല എന്നല്ല, പൊതുവേ ഉള്ള ചിന്തയാണ്. ആ ചിന്ത UDF-ൽ നിൽക്കുമ്പോൾ കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിന് അത് നേട്ടമാകും. അപ്പോൾ UDF-ലേക്ക് വന്നാൽ പരമാവധി ലഭിക്കുക 9 സീറ്റാണ്, അല്ലെങ്കിൽ 8-9 സീറ്റ്. പക്ഷേ അതിൽ 6 സീറ്റും വിജയിച്ചു വരാനും ഒരുപക്ഷെ ശ്രീ ജോസ് കെ മാണിക്ക് മന്ത്രിയാകാനും സാധിക്കും എന്ന ചിന്തയിൽ നിന്നുകൊണ്ടാണ് ഈ കാര്യം തുറന്നത്. ഈ പുസ്തകം തുറന്നു പല ആവർത്തി പല അധ്യായങ്ങളും വായിച്ചു തീർത്തതാണ്. പക്ഷെ പരസ്യമായിട്ടല്ലത് വായിക്കുന്നത്, രഹസ്യമായ ട്യൂഷൻ സെന്ററിൽ വെച്ചാണ് ഇതെല്ലാം വായിക്കുന്നത്. അതിലൊക്കെ കാർമ്മികത്വം വഹിച്ച മുസ്ലിം ലീഗിന്റെ നേതാക്കളും കോൺഗ്രസിന്റെ നേതാക്കളും അഖിലേന്ത്യാ നേതാക്കളും ഒക്കെയുണ്ട്. ദുബായിലേക്കും ഡൽഹിയിലേക്കും ഒക്കെ ആ ചർച്ച നീണ്ടത് തന്നെയാണ്. അതൊക്കെ എത്ര ഇല്ല എന്ന് പറഞ്ഞാലും അതുള്ള കാര്യം തന്നെയാണ്. പക്ഷേ അതുകൊണ്ടാണ് ഇപ്പോൾ ഞങ്ങൾ തുറക്കുന്നില്ല എന്നതിൻ്റെ അർത്ഥം എന്താ? നാളെ ഈ പുസ്തകം തുറന്ന് വായിക്കാൻ തയ്യാറാകേണ്ടി വന്നേക്കാം. കാരണം അത് അസ്തിത്വമാണ്. ഇനി വരിക എന്താണ് അസ്തിത്വ വിഷയം? അത് കോട്ടയം ജില്ലയിലാണ് അസ്തിത്വ വിഷയമുള്ളത്. കോട്ടയം ജില്ലയിൽ LDF ഇപ്പോൾ നിലവിൽ 38.38% വോട്ട് ഷെയറാണ്. 43% വോട്ട് ഷെയറാണ് കോൺഗ്രസിനുള്ളത്. കോൺഗ്രസിനും കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിനും ഉള്ളത്. അവിടെ കൃത്യമായി 4-5% ഒരു മേൽക്കൈ UDF-ന് ഇവിടെ ഇല്ലാതെ, മാണി വിഭാഗം ഇല്ലാതെ തന്നെ UDF-ന് നിലവിൽ സാധാരണഗതിയിൽ തദ്ദേശം ബുദ്ധിമുട്ടാണല്ലോ ജയിച്ചു വരാൻ. അവിടെ പോലും 5%-ലധികം വോട്ട് വ്യത്യാസമുണ്ട് എങ്കിൽ കോട്ടയം ജില്ലയിൽ പിന്നെ മാണി വിഭാഗത്തിന് എത്ര സീറ്റാണ് ലഭിക്കുക? പത്തനംതിട്ട ജില്ലയിൽ 5 സീറ്റിലും ഇപ്പോൾ UDF-നാണ് മേൽക്കൈ. ഇപ്പോൾ 5 സീറ്റും നിലവിൽ LDF ഉള്ള 5 സീറ്റിനും നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ എങ്ങനെ വരും? അത് 5ഉം തന്നെ കോൺഗ്രസിനുള്ളിലെ പടലപിണക്കമുണ്ടെങ്കിൽ മാത്രമേ. ഞാൻ ശ്രീ ജേക്കബ് ജോർജ് സാർ പറഞ്ഞതിനോട് ചെറിയ വിയോജിപ്പാണ്. ഇവിടെ CPM ക്രൈസ്തവ വിഭാഗത്തിൽ പിടിമുറുക്കുന്നു എന്നല്ല, മറിച്ച് കോൺഗ്രസ് പാർട്ടിക്കുള്ളിലെ വലിയ പടലപിണക്കങ്ങളാണ് കോൺഗ്രസ് പാർട്ടിക്ക് പത്തനംതിട്ട ജില്ലയിൽ ഈ ഒരു ഗതി എത്തി നിർത്തിയത്. അതുകൊണ്ട് കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പ് മത്സരിക്കുന്ന 13 സീറ്റ്, ഇപ്പോൾ 12ആണ്, CPM 13-14 കൊടുക്കാൻ തയ്യാറാകും. ആ സീറ്റിൽ ഒരെണ്ണം പോലും, പാലാ സീറ്റ് പോലും കൃത്യമായി വിജയിച്ചു വരാൻ കഴിയുമെന്ന് ഉറപ്പില്ലാത്തത് കൊണ്ടാകാം ഒരുപക്ഷെ മാണിപുത്രൻ അങ്ങനെ മാറി ചിന്തിച്ചു. ഇപ്പോൾ ഇതാ ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ. ഇപ്പോൾ ഇതാ മാണിപുത്രന്, അതായത് ജോസ് കെ മാണിക്ക് UDF-ലേക്ക് വന്നാൽ പോലും മാണി സി കാപ്പൻ ഒഴിഞ്ഞു കൊടുക്കുന്നില്ല എങ്കിൽ, മാണി സി കാപ്പൻ ഇടതുപക്ഷത്തേക്ക് പോയി മത്സരിച്ചാൽ UDF-ൽ നിന്ന് പോലും ജോസ് കെ മാണിക്ക് വിജയിച്ചു വരാൻ കഴിഞ്ഞില്ല എങ്കിൽ UDF വിജയിച്ചു വരികയും ശ്രീ ജോസ് കെ മാണിക്ക് മന്ത്രിസ്ഥാനം ഒരിക്കൽ കൂടെ മരീചികയാകുകയും ചെയ്താൽ ഉള്ള അവസ്ഥ എന്താണ്? ഈ അവസ്ഥയെക്കുറിച്ചൊരു ബോധമുണ്ടായതുകൊണ്ടാണ് ഇപ്പോൾ തൽക്കാലത്തേക്ക്
തൽസ്ഥിതി തുടരുന്നു. LDF-ൽ ഉറച്ചു നിൽക്കും. ഈ ഏട് ഇപ്പോൾ തുറക്കുന്നില്ല എന്നതിന്റെ അടിസ്ഥാനം അതാണെന്നാണ് എന്റെ ചിന്ത. ശരി, ശ്രീ ഷാഫി ചാലിയം, പണ്ട് VS അച്യുതാനന്ദൻ കളിയാക്കിയിട്ടുണ്ട് UDF എന്ന് പറഞ്ഞാൽ കുഞ്ഞുമാണി കുഞ്ഞാലിക്കുട്ടി എന്നതാണ് എന്ന്. അതിലൊരു സംഗതിയുള്ള എന്താണെന്ന് വെച്ചാൽ, ഒരു എപ്പോഴും മുസ്ലിം ക്രിസ്ത്യൻ കോമ്പിനേഷൻ വളരെ കൃത്യമായി വരുമ്പോഴാണ് UDF വലിയ വിജയങ്ങൾ നേടുക. കേരളത്തിന്റെ ഒരു രാഷ്ട്രീയ ചരിത്രം അങ്ങനെയാണ്. ന്യൂനപക്ഷങ്ങൾ വലിയൊരു പങ്ക് ഇടത് വിരുദ്ധ നിലപാടുള്ളവരാണ്. ആ രണ്ട് വിഭാഗങ്ങളെ പ്രതിനിധീകരിക്കുന്ന പാർട്ടികൾ എന്ന നിലയിലാണ് ലീഗിന്റെയും കേരള കോൺഗ്രസിന്റെയും പ്രസക്തിയും. അങ്ങനെ നോക്കുമ്പോൾ ഇപ്പോൾ ഒരു ബാലൻസിന്റെ കുറവുണ്ട്. അവിടെ ഒരു ഫാക്ടർ കുറച്ചുകൂടി ശക്തിപ്പെടുത്തേണ്ടതുണ്ട് എന്നൊരു ചിന്തയിൽ UDF കേരള കോൺഗ്രസ് മാണി വിഭാഗത്തെ, യഥാർത്ഥ കത്തോലിക്ക പാർട്ടിയെ ക്ഷണിക്കുന്നതായിക്കൂടെ? അതായത് അഭിലാഷേ, മാണി സി കാപ്പൻ PK കുഞ്ഞാലിക്കുട്ടി സാഹിബിനെ വന്ന് എന്തിനു കണ്ടു എന്നാണ് നമ്മുടെ CPM പാനലിസ്റ്റ് ഇവിടെ പറയുന്നത്. PK കുഞ്ഞാലിക്കുട്ടി സാഹിബ് കേരള രാഷ്ട്രീയത്തിലെ ഒരു ഉന്നത വ്യക്തിയാണ്. അദ്ദേഹത്തെ കാണാൻ എത്ര ഇടതുപക്ഷ മന്ത്രിസഭയിലെ മന്ത്രിസഭാംഗങ്ങൾ വരെ വരുന്നുണ്ട്. ഈ അടുത്താണ് ഞാനവിടെ ചെന്നപ്പോൾ ശിവൻകുട്ടിയല്ലോ. മറ്റൊരിക്കൽ ഞാൻ ചെന്ന സമയത്ത് കടന്നപ്പള്ളി രാമചന്ദ്രനുണ്ട്. മലപ്പുറം വഴി പോകുന്ന എല്ലാ ഒട്ടുമിക്ക രാഷ്ട്രീയ നേതാക്കളും PK കുഞ്ഞാലിക്കുട്ടി സാഹിബിനെ പോയി സന്ദർശിക്കുന്നത് നമ്മൾ കാണാറുള്ളതാണ്. PK കുഞ്ഞാലിക്കുട്ടി UDF-ലെ ഏറ്റവും ഉന്നത നേതാവാണ്. UDF-ലെ ഒരു ഘടകകക്ഷിയായ മാണി സി കാപ്പൻ അദ്ദേഹം മലപ്പുറം വഴി കടന്നു പോയപ്പോൾ അദ്ദേഹം പോയി കാണും, ചർച്ച ചെയ്യും. പക്ഷെ അതിനുശേഷം PK കുഞ്ഞാലിക്കുട്ടി സാഹിബ് വാർത്താലേഖകരോട് പറഞ്ഞെന്താ, കൃത്യമായി പറഞ്ഞെന്താണ്, തികച്ചും ഇവിടെ വന്നു എന്നെ കണ്ടു, അത് ഒരു സൗഹൃദ സന്ദർശനാണ്, അതിൽ വേറൊന്നും ഇല്ല എന്ന് അദ്ദേഹം പറയുണ്ടായി. അതുപോലെ ജേക്കബ് ജോർജ് സാറ് പറയുണ്ടായി, ഈ മുസ്ലിം ലീഗിന് മുസ്ലിം മന്ത്രിമാരുടെ എണ്ണം അത് കൂടിയാൽ അത് ക്രിസ്ത്യാനികൾക്ക് വേദനിക്കും. അങ്ങനെ ഉണ്ടോ ജേക്കബ് സാറ്? കഴിഞ്ഞ UDF-ൻ്റെ മന്ത്രിസഭയിൽ മുസ്ലിം ലീഗിന് 5 മന്ത്രിമാരുണ്ടായി, ശരിയാണ്. പക്ഷെ മുഖ്യമന്ത്രി അടക്കം മറ്റു മന്ത്രിമാരുടെ മതം നോക്കിയാൽ ക്രിസ്ത്യാനികളെക്കാളും വലിയ വിഭാഗമാണ് മുസ്ലിങ്ങൾ. പക്ഷേ ആ UDF മന്ത്രിസഭയിൽ മുഖ്യമന്ത്രി അടക്കം ക്രിസ്ത്യൻ സമുദായ അംഗങ്ങൾക്ക് ആയിരുന്നു ഭൂരിപക്ഷം. അതിൽ ഞങ്ങൾ വല്ലതും പരിതപിച്ചോ, പരിഭവം പറഞ്ഞു. ഇപ്പോഴത്തെ ഇടതുപക്ഷ മന്ത്രിസഭയിൽ ഈ മുസ്ലിം സമൂഹത്തിനാണോ ക്രിസ്ത്യൻ സമൂഹത്തിനാണോ മന്ത്രിമാരുടെ എണ്ണം കൂടുതലുള്ളത്? എന്തെങ്കിലും ഞങ്ങൾ ഒരു മുസ്ലിം ലീഗിൻ്റെ ഫ്രെയിമിൽ നിന്ന് ഞങ്ങളോ മുസ്ലിം സംഘടനകളോ ആരെങ്കിലും ക്രിസ്ത്യാനികളെക്കാളും വളരെ കുറഞ്ഞതാണ് മുസ്ലിങ്ങൾക്ക് മന്ത്രിസഭാ പ്രാതിനിധ്യം എന്ന് എവിടെയെങ്കിലും ആരോപിച്ചോ? ഞങ്ങളൊന്നും സാരാക്കുന്നില്ല. ക്രിസ്ത്യൻ സമുദായത്തിൽ നിന്ന് പ്രഗത്ഭപതികളായ മന്ത്രിമാരുണ്ടായിട്ടുണ്ട്. കേരളം കണ്ട ഏറ്റവും പ്രഗത്ഭരായ മുഖ്യമന്ത്രിമാർ AK ആൻ്റണിയും ഉമ്മൻചാണ്ടിയെ കേരളത്തെ സംബന്ധിച്ച് അദ്ദേഹം ഏത് സമുദായക്കാരനാണ് എന്നതാണ് പ്രശ്നം. ഓരോ മലയാളിയുടെയും ഹൃദയത്തിൽ ജീവിക്കുന്ന മനുഷ്യനാണ് ഉമ്മൻചാണ്ടി ക്രിസ്ത്യാനിയായി എന്നത് ഞങ്ങളാരും നോക്കുന്നുണ്ടോ? KM മാണി ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയൊരു മഹാനായ മനുഷ്യനാണ്. ഞങ്ങളുടെ നേതാവ് ഡോക്ടർ MK മുനീറിനോട് കേരള രാഷ്ട്രീയ പാർട്ടികളിലെ എല്ലാ നേതാക്കളും ഒരു വാത്സല്യം കാണിക്കാറുണ്ട്. എന്തായിരിക്കാം, ഈവൻ ജേക്കബ് ജോർജ് പോലും. എന്നാൽ മഹാനായ CH മുഹമ്മദ് കോയ സാഹിബിൻ്റെ മകനായതുകൊണ്ട്. അതുപോലെ തന്നെ മാണി സാർ എന്ന ഞങ്ങളുടെ എക്കാലത്തും ഈ കേരളത്തിലെ സാമുദായിക സ്പർദ്ധ ഒന്നുമില്ലാതെ ഈ കമ്മ്യൂണിറ്റിയെ, കേരളത്തിലെ മലയാളി എന്ന കമ്മ്യൂണിറ്റിയെ കൊണ്ടുപോകുന്നതിൽ വലിയ പങ്കുവഹിച്ച മഹാനായൊരു നേതാവാണ് KM മാണി. മരിക്കും വരെ KM മാണിയെ ഇടതുപക്ഷം ഉൾക്കൊണ്ടിട്ടില്ല. ആ KM മാണിയുടെ മകനായ ജോസ് കെ മാണിയോട് ഞങ്ങൾക്ക് എന്തുണ്ട്, ഒരു MK മുനീറിനോട് കാണിക്കുന്ന ഒരു കാരുണ്യപരമായ ഒരു സമീപനമുണ്ട്. അത് രാഷ്ട്രീയമല്ലത്, അത് ആദ്യം മനസ്സിലാക്കുക. അപ്പോൾ അതുകൊണ്ട് ഇവിടെ UDF-നെ സംബന്ധിച്ചിടത്തോളം നിങ്ങളത്തെ ഇന്നത്തെ ഈ ചർച്ചയുടെ ത്രെഡ് എന്താണ്? കേരള കോൺഗ്രസ് മാണി വിഭാഗം വരുന്നത് കൊണ്ട് മാണി വിഭാഗത്തിനുള്ള നേട്ടങ്ങൾ എന്താണ്, കോട്ടങ്ങൾ എന്താണ് നിങ്ങൾ ചർച്ച ചെയ്തു. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം മാണി സാറ് 2016 മുന്നണി വിടുന്നത്. 2019 അദ്ദേഹം മരിക്കും വരെ ഇടതുപക്ഷത്തേക്ക് അദ്ദേഹം പോയിട്ടില്ല, അദ്ദേഹത്തെ കൂട്ടിയിട്ടുമില്ല, നമുക്കറിയാലോ. അപ്പോൾ അതുകൊണ്ട് മാണി സാറിൻ്റെ ഒരു പ്രസ്ഥാനം, ആ പ്രസ്ഥാനം UDF-ലേക്ക് വരുന്നുണ്ടെങ്കിൽ ഞങ്ങൾക്കത് സന്തോഷം നൽകുന്ന വാർത്ത. ശരി, പിന്നെ ശ്രീ അനിൽകുമാർ, ഇപ്പോൾ മുന്നണി മര്യാദ, നന്ദി, ഇതൊക്കെ കേരള കോൺഗ്രസ് കാണിക്കുന്നുണ്ടാവും. ഇന്നത്തെ അവരുടെ തീരുമാനം അതിൻ്റെ ഒരു സൂചനയാണ്. പക്ഷേ കേരള കോൺഗ്രസിന്റെ എക്സിസ്റ്റൻസ് എന്നൊരു പ്രശ്നമുണ്ടല്ലോ. നമുക്കിപ്പോൾ KM മാണി കേരള കോൺഗ്രസിന്റെ ഏറ്റവും വലിയ നേതാവ്, അദ്ദേഹത്തിന്റെ സാമ്രാജ്യമായിരുന്നു പാല. ഇന്നത്തെ ജോസ് കെ മാണിയുടെ അവസ്ഥ അങ്ങൊന്ന് ആലോചിച്ച് നോക്ക്. കോട്ടയം പാർലമെന്റിൽ കേരള കോൺഗ്രസ് പ്രതിനിധിയാണോ?
പാലാ നിയോജക മണ്ഡലത്തിൽ അസംബ്ലിയിൽ കേരള കോൺഗ്രസ് പ്രതിനിധിയാണോ? പോട്ടെ, പാലാ മുനിസിപ്പാലിറ്റിയിൽ കേരള കോൺഗ്രസ് ആണോ ഭരിക്കുന്നത്? പോട്ടെ, ജോസ് കെ മാണിയുടെ സ്വന്തം വാർഡിൽ കേരള കോൺഗ്രസ് എം ആണോ? അപ്പോൾ സമ്പൂർണ്ണമായി ഡിസിൻറ്റഗ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സംവിധാനത്തിന് എങ്ങനെയെങ്കിലും ചാടി അപ്പുറത്ത് പോയി 2-3 സീറ്റ് കിട്ടുക എന്ന് ആ പാർട്ടിയിൽ ആരെങ്കിലും ചിന്തിച്ചു പോയാൽ അവരെ കുറ്റം പറയാൻ പറ്റുമോ? 3 UDF സംസാരിച്ചുകൊണ്ട് അല്പസമയം തരണം. ഒന്നാമത്തെ കാര്യം, പുസ്തകം അടയ്ക്കുകയും തുറക്കുകയും ചെയ്യുന്ന കാര്യം മാധ്യമങ്ങളോടാണ് പറഞ്ഞത്. അല്ലാണ്ട് ജോസ് കെ മാണി പുസ്തകം തുറക്കുകയോ അടയ്ക്കുകയോ ചെയ്യുന്ന കാര്യം പറഞ്ഞില്ല. അപ്പം അങ്ങനെ പുസ്തകത്തിൻ്റെ കഥ പറഞ്ഞ് UDFൻ്റെ പ്രകൃതിയോട് പറയാൻ ആഗ്രഹിക്കുന്നത് അദ്ദേഹത്തെ അപമാനിക്കാൻ വേണ്ടിയുള്ള കെട്ടുകഥയെ പൊളിക്കാൻ വേണ്ടി അദ്ദേഹം ചുട്ട മറുപടി കൊടുത്തതാണ്. പിന്നെ ഞങ്ങളൊരു പുസ്തകം അടച്ചിട്ടുണ്ട് 1986 CPM. ഞങ്ങൾ ഒരു പുസ്തകം അടച്ചത് ഈ കേരളത്തിനകത്ത് ഹിന്ദുത്വ രാഷ്ട്രീയം ശക്തിപ്പെടാതിരിക്കാൻ ന്യൂനപക്ഷ വർഗീയതയുമായി ഒരു സന്ധിയും വേണ്ട. അതിൻ്റെ ഭാഗമായി ഞങ്ങളടച്ച പുസ്തകമാണ് മുസ്ലിം ലീഗ്, ജമായത്ത് ഇസ്ലാമി, SDPI. മതരാഷ്ട്രീയം കൈകാര്യം ചെയ്യുന്ന ആരുമായിട്ടും ഞങ്ങൾ മുന്നണി ഉണ്ടാക്കില്ല. ഇതാണ് ഞങ്ങളുടെ പുസ്തകം അടച്ചു വച്ചിരിക്കുകയാണ്. UDFൻ്റെ ജന്മവൈകൃതം എന്താണ്, വൈകല്യം എന്താണ്? നിങ്ങൾ BJPക്ക് എന്ത് ദോഷമാണ് പറയണത്? അവർ മതരാഷ്ട്രീയം കൈകാര്യം ചെയ്യുന്നു. UDFോ ന്യൂനപക്ഷ മതത്തെ അടിസ്ഥാനപ്പെടുത്തി രാഷ്ട്രീയം കൈകാര്യം ചെയ്യുന്നു. ഈ 2 കൂട്ടരിൽ ഏതെങ്കിലും ഒരു കൂട്ടർ അധികാരത്തിൽ വന്നാൽ കേരളത്തിൻ്റെ മതനിരപേക്ഷത തകരും. ഇതാണ് ഞങ്ങളുടെ ബോധ്യം. ഇതിൻ്റെ ഭാഗമായി ഞങ്ങൾക്കിടയ്ക്കിടയ്ക്ക് ഭരണനഷ്ടം ഉണ്ടായി. പക്ഷെ ഭരണനഷ്ടം ഉണ്ടായതൊന്നും ഞങ്ങൾ വലിയ നഷ്ടമായിട്ട് കണക്കാക്കിയില്ല. ഇവിടെ ഞങ്ങളൊരു കാര്യം പറയാം. 2011 ഞങ്ങൾക്ക് കിട്ടിയത് എത്ര സീറ്റാണ്? 68. അദ്ദേഹം വഴങ്ങുമെങ്കിൽ ഞാൻ പറയട്ടെ എൻ്റെ സമയം 68, 72, 68 അല്ല, 68, 70. അപ്പോൾ 2009 അല്ലല്ല, എൻ്റെ സമയം 2009 PJ ജോസഫ് അങ്ങോട്ട് പോയി. എന്തിനാ പോയത്? അല്ല, 2 പുസ്തകം ഇടതുമുന്നണിയിലുണ്ട്. INL ഉം PDP അതും ചേർത്ത് പറയണം അനിൽകുമാർ. അല്ല, പറയട്ടെ അങ്ങോട്ട് പറയട്ടെ. ഈ ഒരു ചർച്ചയിൽ ഞാൻ മിണ്ടായിരുന്ന ആളാണ്. അതെ, INL PDP മിണ്ടാതിരുന്ന ആ 2 പുസ്തകം കൂടി ഉണ്ടെങ്കിൽ അല്ല, അതും ചേർത്ത് ആളാണ്. ശരി, INL ഉം PDP ഉണ്ടെന്നാണ്. ഞാൻ വളരെ കുറച്ചേ സംസാരിച്ചിട്ടുള്ളൂ ഈ ചർച്ചയിൽ. ശരി, അനിൽകുമാറിന്റെ ഒരു PDP ഉണ്ട്. ഞാൻ 3 പുസ്തകമുണ്ട്. മറുപടി പറയാൻ ബാധ്യതപ്പെട്ട ഒരാളാണ്. ഞാൻ 3 ആൾക്ക് മറുപടി പറയാൻ ബാധ്യതപ്പെട്ട ഒരേ ഒരാളാണ്. അതുകൊണ്ട് എനിക്ക് സമയം തരണം, എൻ്റെ സമയം നഷ്ടപ്പെടുത്തുകയും വേണ്ട. അപ്പോൾ കൃത്യമായിട്ട് പറയാൻ ആഗ്രഹിക്കുന്നത് എന്താണ്? 2009 PJ ജോസഫ് അങ്ങോട്ട് പോയി, LDF വിട്ടു പോയി. ഗതി പിടിച്ചോ? ഞങ്ങളതാ ചോദിക്കുന്നത്. PJ ജോസഫിന് എത്ര സീറ്റുണ്ട്? അവസാനം PJ ജോസഫിൻ്റെ കൂടെ നിൽക്കുന്നവർ BJPയുമായി ചർച്ചയ്ക്ക് പോയി. കാണാനിരിക്കുന്നുള്ളൂ പൂരം കേട്ടോ. അതുകൊണ്ട് ആരും വലിയ യോഗ്യന്മാരൊന്നും ആകണ്ട, ആരും യോഗ്യന്മാരാകണ്ട. നമ്മൾ അറിയാനിരിക്കുന്നുള്ളൂ പല കാര്യങ്ങളും. PJ ജോസഫിൻ്റെ പാർട്ടിപ്പെട്ടവർ ചർച്ചയ്ക്ക് പോയില്ലേ BJPയുമായി ബന്ധപ്പെടാൻ? ഇല്ലെങ്കിൽ നിഷേധിക്കട്ടെ, തെളിവുകൾ പുറത്തു വരും. അപ്പോൾ രാഷ്ട്രീയത്തിൽ ഗതി പിടിക്കുന്നതിനെ കുറിച്ച് ചർച്ച ചെയ്യുന്നു. കുഞ്ഞാലിക്കുട്ടി കുറ്റിപ്പുറത്ത് തോറ്റില്ലേ? കരുണാകരൻ തൃശ്ശൂർ തോറ്റില്ലേ? ഏത് തട്ടകമാ നിങ്ങൾ ഭദ്രമാന്ന് പറയുന്നത്? തോറ്റില്ലേ? ഇന്ന് തിരുവനന്തപുരത്ത് തോറ്റില്ലേ? അതും ചേർത്തി പറയും. ഞാൻ ഒരു കാര്യം അഭിലാഷേ, നമുക്കൊരു കാര്യം ചെയ്യാം. ഞാനിതിവിടെ അവസാനിപ്പിക്കുകയാണ്. കുഞ്ഞാലിക്കുട്ടി മാത്രമേ നാട്ടിൽ തോറ്റിട്ടുള്ളൂ. ശരി, അല്ല, അദ്ദേഹം എന്താണ് അദ്ദേഹം പറഞ്ഞു വരുന്ന പോയിന്റ് എന്ന് കേൾക്കട്ടെ. ശ്രീ ഷാഫി ചാലി പറയൂ. ശ്രീ അനിൽകുമാർ പറയൂ. മുസ്ലിം ലീഗ് കേരള രാഷ്ട്രീയത്തിൽ അപ്രമാദിത്വം പുലർത്തുന്നു. ഇവരുടെ അപ്രമാദിത്വം നിങ്ങൾ അംഗീകരിച്ചോണം. അത് സൗകര്യപ്പെടുകയില്ല എന്ന് മുസ്ലിം ലീഗിനോട് പറയാൻ ധൈര്യമുള്ള പാർട്ടിയുടെ പേരാണ് CPM. ഇവിടെ നിങ്ങൾ പറഞ്ഞല്ലോ ബഹുമാനപ്പെട്ട അഭിലാഷ്, മുസ്ലിം കൺസോൾട്ടേഷൻ, ക്രിസ്ത്യൻ കൺസോൾട്ടേഷൻ. ഞാൻ ഇന്നലത്തെ മാതൃഭൂമി പത്രത്തിലെ ഒരു വരി പറയാം. ഇന്നലത്തെ മാതൃഭൂമി പത്രമാണ്. എന്താ വരിയെന്നറിയാമോ? ഒരു ലേഖനം ഇടതുപക്ഷത്തെക്കുറിച്ചാണ്. അതിൽ പറയുന്നു, SIR നടപ്പിലാക്കുന്നതിൻ്റെ ഭാഗമായി നിർബന്ധപൂർവ്വം കേരളത്തിൽ നടപ്പിലാക്കുമ്പോൾ അത് മുസ്ലിങ്ങളെ ഒഴിവാക്കാനാണെന്ന പഴി CPM കേൾക്കേണ്ടി വന്നു. മാതൃഭൂമിയിൽ എഴുതിയാണ് കേട്ടോ. മാതൃഭൂമി ആകുമ്പോൾ നുണ പറയില്ലല്ലോ. ആരാണ് ആ പഴി പറഞ്ഞത്? മുസ്ലിം ലീഗ്. പച്ചയായ വർഗീയത. ഈ SIR മുസ്ലിങ്ങളെ ഒഴിവാക്കാൻ പിണറായി വിജയൻ നടത്തുന്നതാണെന്ന പച്ചയായ വർഗീയത ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എന്ന് പറയുന്ന ഒരു കെട്ട വർഗീയ രാഷ്ട്രീയ പാർട്ടി കേരളത്തിൽ പ്രചരിപ്പിച്ചു എന്നാണ് മാതൃഭൂമി പത്രം ഇന്നലെ എഴുതിയത്. ഞാൻ മാതൃഭൂമിയാണ് തെളിവ് തരുന്നത്.
അവരാണോ കേരളം ഭരിക്കേണ്ടത്? ഈ വർഗീയ രാഷ്ട്രീയം കൈകാര്യം ചെയ്യുന്നവർ. എന്നിട്ട് അവർക്കാണ് മേധാവിത്വം. കുഞ്ഞാലിക്കുട്ടി എല്ലാവരും ചെന്ന് കാണും. എന്തിനു ചെന്ന് കാണണം? അവിടെയാണ് ഞങ്ങളെ പറയുന്നത്, നിങ്ങൾ തിരുവമ്പാടി കൊടുക്കും, തിരൂരങ്ങാടി പണ്ട് കൊടുത്തിട്ടുണ്ട്, നിഷേധിച്ചോ? കാപ്പം വണ്ടിക്കൂലി മുടക്കി അങ്ങോട്ട് വന്നപ്പോൾ നിഷേധിച്ചോ? ഈ വരവ് വരണ്ടെന്ന് പറഞ്ഞോ? അവിടെ മാന്യമല്ലാത്തൊരു കാര്യം ഈ ചർച്ച നടന്നു. എന്താണെന്നറിയാമോ? കേരള കോൺഗ്രസിൻ്റെ 5 MLA മാരെ 5 ആക്കി മാറ്റി. എന്തൊരു അന്തസ്സില്ലായ്മയാണ്! ഒരു രാഷ്ട്രീയ പാർട്ടിയെ പിളർത്തുക, ഒരു രാഷ്ട്രീയ പാർട്ടിയെ റാഞ്ചാൻ വേണ്ടി വലതുപക്ഷത്തിന് വേണ്ടി വർത്തമാനം പറയുക. ഞാൻ ബഹുമാനപ്പെട്ട സെബാസ്റ്റ്യൻ കുളത്തുങ്കൽ, എൻ്റെ അടുത്ത സുഹൃത്തും ജില്ലാ പഞ്ചായത്ത് അംഗമാണ്. അദ്ദേഹത്തിൻ്റെ ഡിസംബർ മാസം അവസാനത്തെ ഫേസ്ബുക്ക് പോസ്റ്റ് വായിക്കുക. നിങ്ങൾ പറഞ്ഞല്ലോ എന്താ കാഞ്ഞിരപ്പള്ളി സഭ സമ്മർദ്ദം ചെലുത്തി, സെബാസ്റ്റ്യൻ കുളത്തുങ്കലിൻ്റെ നിലപാട്. സെബാസ്റ്റ്യൻ കുളത്തുങ്കലിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് വായിച്ചാൽ അറിയാം. LDFിൽ തുടർന്ന് 3ാം ഭരണം വരുമെന്ന് എഴുതിയിട്ടുണ്ട് കഴിഞ്ഞ ഡിസംബറിൽ. മനസ്സിലാക്കണം. ഇനി ജോബ് മൈക്കിൾ, ഞങ്ങൾ ജില്ലാ പഞ്ചായത്തിൽ ഒരുമിച്ചായിരുന്നു. ജയരാജ് സാറും ഞങ്ങൾ ഒരുമിച്ചായിരുന്നു. ഇവരൊക്കെ ആയിട്ട് നല്ല ബന്ധമുള്ളവരാണ് ഞങ്ങൾ. ഒരു കാര്യം മനസ്സിലാക്കിയോ? ശരി. ഇപ്പന്നെ ജോസ് കെ മാണി എവിടുന്ന് ജയിക്കും? നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കൂ. ഇന്ന് പാലാ മണ്ഡലത്തിൽ LDFിനാണോ UDFിനാണോ ലീഡ്? ആദ്യം നമുക്ക് ആ കണക്കൊന്നെടുക്കാം. ഞാനിപ്പോൾ പറയുന്നു, പാലാ മുനിസിപ്പാലിറ്റിയിൽ LDFിനാണ് വോട്ട് കൂടുതൽ, 2000 വോട്ട് കൂടുതൽ പാലാ മുനിസിപ്പാലിറ്റിയിൽ. സീറ്റിൻ്റെ എണ്ണം അല്ല. അങ്ങപ്പറേ പാലാ മണ്ഡലത്തിൽ LDFിന് 2500-ലേറെ വോട്ട് ലീഡാണ്. പാലാ മണ്ഡലത്തിൽ LDF 2500 വോട്ട് ലീഡായി നിൽക്കുമ്പോഴാണ് നിങ്ങൾ എന്നോട് ചോദിക്കണത്. എന്താ ചോദിക്കണത്? തട്ടകം എവിടെ? ഞാനൊരു കണക്കൂടെ കൊണ്ട് പറയാം. കോട്ടയം ജില്ലയിൽ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾക്കാകെ കിട്ടിയ വോട്ടെന്ന് പറയുന്നത് 3,65,000 ലോകസഭയിൽ തോമസ് ഐസക്കും ചാഴിക്കാടനും ഒക്കെ മത്സരിച്ചപ്പോൾ. ഇപ്പം എത്ര കിട്ടിയെന്നറിയാമോ? ഇപ്പം കിട്ടിയത് 465. 1 ലക്ഷം വോട്ട് വർദ്ധിച്ചു. കേരളത്തിൽ 18 ലക്ഷം വോട്ട് കൂടിയപ്പോൾ 1 ലക്ഷം വോട്ട് കോട്ടയം ജില്ലയിലാണ്. കേരള കോൺഗ്രസ് മാണിക്ക് സ്വാധീനമില്ലെങ്കിൽ LDFിന് 1 ലക്ഷം വോട്ട് വർദ്ധിക്കുമോ? 465 വർദ്ധിക്കുമോ? ഞങ്ങൾക്ക് നല്ല ബോധ്യമുണ്ട്. ഒരു വാക്ക് ഇവിടെ ഈ മണ്ഡലം തിരിച്ച് കണക്ക് പറഞ്ഞല്ലോ. ജോസ് കെ മാണി ഇവിടെ മത്സരിക്കും. ഞാനിപ്പോൾ ഉത്തരം പറയണം. ഞാൻ കോട്ടയത്തെ കണക്ക് പറയാം. കോട്ടയത്തെ ഏത് മണ്ഡലത്തിലാണ് അപ്രതീക്ഷിതമായി UDF ഈ തെരഞ്ഞെടുപ്പിൽ, തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ലീഡ്? ഞാൻ കണക്ക് പറയാം. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ 16,000-18,000 വോട്ടിന് പുറകെ പോയ ചങ്ങനാശ്ശേരിയിലെ ഇപ്പം UDF LDF വ്യത്യാസം 2000 വോട്ടാണ്. ലോകസഭയിൽ നിന്ന് ഇപ്പോൾ ചങ്ങനാശ്ശേരി കാഞ്ഞിരപ്പള്ളി മണ്ഡലത്തിൽ LDFിനാണ് 4,500 വോട്ട് ലീഡ്. പൂഞ്ഞാറിൽ ആകെ വ്യത്യാസം 4,500 ഉള്ളൂ. കടുത്തുരുത്തിയിൽ ആകെ വ്യത്യാസം 3000 വോട്ടേ ഉള്ളൂ. കോട്ടയം മണ്ഡലത്തിൽ 4,500 വോട്ടിൻ്റെ കുറവേ ഉള്ളൂ. പുതുപ്പള്ളി മണ്ഡലത്തിലാണ് 10,000-ന് മേലെ വോട്ട് വ്യത്യാസം UDF LDF ആയിട്ടുള്ളത്. ഏത് ജില്ല വെച്ചാൽ വർത്താനം പറയണത്? ഇനി ഇടുക്കിയിലേക്ക് പോയാലോ? അതുകൊണ്ട് നിയമസഭാ തെരഞ്ഞെടുപ്പാണ്. ആ തെരഞ്ഞെടുപ്പിൻ്റെ ചിന്ത വേറെയാണ്. ആ തെരഞ്ഞെടുപ്പിൻ്റെ വോട്ട് വേറെയാണ്. പരിഗണനാ വിഷയങ്ങൾ വേറെയാണ്. അതുകൊണ്ട് ജോസ് കെ മാണി അടക്കമുള്ള കേരള കോൺഗ്രസ് പാർട്ടിയാണ് അവരുടെ പാർട്ടി നേതാക്കന്മാർ എവിടെ മത്സരിക്കണം തീരുമാനിക്കുക. കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ഇതേ പാലായെ തന്നെ തട്ടകമാക്കാൻ ബഹുമാനപ്പെട്ട ജോസ് കെ മാണി തയ്യാറായി. നിങ്ങൾ ആലോചിച്ചോ? ഇന്നെന്താണ് ജോസ് കെ മാണിക്കൊരു വെയിറ്റ് നിങ്ങൾ കൊടുക്കുന്നത്? അദ്ദേഹത്തിൻ്റെ പാർട്ടി പാലായി മത്സരിച്ചപ്പോൾ ചിഹ്നം കൊടുത്തു പി ജെ ജോസഫിനെ പോലെ ഒരാൾ KM മാണി സാർ അന്തരിച്ച ശേഷം നിന്ദ്യമായ കുടുംബത്തോട് പെരുമാറിയില്ലേ? ജോസ് കെ മാണി ഇല്ലാതാക്കാൻ ശ്രമിച്ചില്ലേ? അവസാനം നല്ല സമരിയാക്കാരനെ പോലെ ഒരു പിണറായി വിജയൻ. കേരള കോൺഗ്രസിൻ്റെ നല്ല സമരിയാക്കാരനാണ് പിണറായി വിജയനും LDFും. ആ തിരിച്ചറിവിൽ നിന്നുകൊണ്ടാണ് അവർ ഞങ്ങളെ ഓർത്ത് കരയണ്ട എന്ന് ക്രിസ്തുവചനം പറഞ്ഞിട്ട് അവർ പറയാണ്, UDFുകാർ നിലവിളിച്ചോളുക, നിങ്ങൾ നിലവിളിക്കുകയുള്ളൂ. ശരി, ഓക്കെ. അതുകൊണ്ട് ഉയർത്തെഴുന്നേൽക്കുന്നത്, മുന്നോട്ട് പോകുന്നത് ഇടതുപക്ഷമാണ് മുന്നോട്ട് പോകുന്നത് എന്നുള്ളതാണ് ഷാനിൽകുമാർ കണക്ക്. പക്ഷേ ജേക്കബ് ജോർജ്, ഇപ്പോൾ കോട്ടയത്തെ എടുത്താൽ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ കണക്ക് നോക്കുകയാണെങ്കിൽ പാലായിൽ നേരത്തെ അദ്ദേഹം പറഞ്ഞതുപോലെ LDF ആണ് ലീഡ് ചെയ്യുന്നത്. വൈക്കം, കാഞ്ഞിരപ്പള്ളി, പാല 2 കേരള കോൺഗ്രസ് മണ്ഡലങ്ങളിൽ കാഞ്ഞിരപ്പള്ളിയിലും പാലായിലും LDFിനാണ് ലീഡ്. അതേസമയം ഇടുക്കി, പത്തനംതിട്ട ജില്ലകളിൽ LDFിന് ലീഡില്ല. നേരത്തെ അങ്ങ് പറഞ്ഞൊരു കണക്കുണ്ടല്ലോ, പത്തനംതിട്ടയിലെ 5 നിയമസഭാ മണ്ഡലങ്ങൾ LDFിൻ്റെതാണ് എന്ന്. ശരിയാണ്. പക്ഷേ നമ്മൾ 2016 എടുക്കൂ, അന്ന് കേരള കോൺഗ്രസിന്റെ 2 വിഭാഗങ്ങളും UDFിലാണ്. ജോസ് കെ മാണി അന്ന് UDFിലാണ്. KM മാണി സാർ ജീവിച്ചിരിക്കുന്ന സമയത്താണ്. അന്നും ഈ 5 പത്തനംതിട്ട 5 മണ്ഡലങ്ങളും LDF ആണ് ജയിച്ചത്. കേരള കോൺഗ്രസിന്റെ ഇമ്പാക്റ്റിന് മുമ്പും, അല്ലെങ്കിൽ കേരള കോൺഗ്രസിന് LDF മുന്നണിയിൽ പ്രവേശനം കിട്ടുന്നതിന് മുമ്പും അവിടെ LDF ആണ് ജയിച്ചിട്ടുള്ളത്. യഥാർത്ഥത്തിൽ കേരള കോൺഗ്രസിന്റെ യഥാർത്ഥത്തിലുള്ള സ്ട്രെങ്ത് എന്താണ്? അത് ഞാനൊരു ഉദാഹരണം പറയട്ടെ അഭിലാഷേ. കോട്ടയം ജില്ലയിലെ
പൂഞ്ഞാർ മണ്ഡലം 1964 ശേഷം 64 കേരള കോൺഗ്രസ് ഉണ്ടായത്. കേരള കോൺഗ്രസ് ഇങ്ങനെ കോൺഗ്രസിൽ നിന്ന് പൊട്ടി വിരിഞ്ഞതിന് ശേഷം അവിടെ കോൺഗ്രസ് ജയിച്ചിട്ടില്ല. അവിടെ മിക്ക മണ്ഡലങ്ങളിലും കോൺഗ്രസിനുള്ളൊരു 3000-4000 വോട്ടാണ് സാധാരണഗതിക്ക്. കഴിഞ്ഞ തവണത്തെ 2021 ടോമി കല്ലാനി, മുൻ DCC അധ്യക്ഷൻ, ചെറുപ്പക്കാരൻ, അദ്ദേഹത്തിനെ അവിടെ സീറ്റ് കൊടുത്തു. പൂഞ്ഞാറിൽ അദ്ദേഹം മത്സരിച്ചു. 35,000 വോട്ടാണ് കോൺഗ്രസിന് വേണ്ടി അദ്ദേഹം മേടിച്ചത്. പക്ഷേ 2ാം സ്ഥാനത്തായിപ്പോയി. പൂഞ്ഞാറിൽ സെബാസ്റ്റ്യൻ കുളത്തെങ്കിൽ ജയിച്ചു. PC ജോർജ് ഇത്ര കാലം, ഏതാണ്ട് അരനൂറ്റാണ്ടോളം കാലം പൂഞ്ഞാർ കൈയടക്കി വെച്ചിരുന്ന കേരള കോൺഗ്രസ് നേതാവ് PC ജോർജിനെ തറ പറ്റിക്കാൻ ടോമി കല്ലാനി നിന്നതുകൊണ്ട് പറ്റി. അതാണ് ടോമി കല്ലാനി അങ്ങനെ ഒരു കാര്യം ചെയ്തു. PC ജോർജിനെ തോപ്പിച്ചു കൊടുത്തു, സ്വതന്ത്രമായിട്ട് ഇത് മത്സരിച്ച് തോപ്പിച്ചു കൊടുത്തു. അതാണ് ഒരു കോൺഗ്രസിന്റെ ഒരു നഖചിത്രം. കേരള കോൺഗ്രസ് നമ്മൾ ഈ കോട്ടയത്തിന്റെ ഇപ്പൊ തദ്ദേശ തെരഞ്ഞെടുപ്പിനെ കണക്കെടുത്ത് വെച്ചിട്ടുണ്ട്. 10,000 വോട്ടിന് മുകളിലുള്ള ലീഡ് എന്ന് പറയുന്നത് വലിയ ലീഡാണ്. 10,000 വോട്ടിന് മുകളിൽ UDF ലീഡുള്ളത് പുതുപ്പള്ളിയിൽ മാത്രമാണ്, കോട്ടയം ജില്ലയിൽ. ഇപ്പൊ പറഞ്ഞ പൂഞ്ഞാറിൽ 4,321 വോട്ടിന്റെ ലീഡാണ്. വേണമെങ്കിൽ സെബാസ്റ്റ്യൻ കുളത്തുങ്കൽ സിറ്റിംഗ് MLA ആണ്, വേണമെങ്കിൽ മറികടക്കാവുന്ന വോട്ടാണ്. ശരിയാണ്. പക്ഷേ എനിക്ക് തോന്നുന്നു ടോമി കല്ലാനി വീണ്ടും നിൽക്കുകയാണെങ്കിൽ അവിടെ PC ജോർജ് ഫാക്ടറി ഇല്ല. മുസ്ലിം വോട്ട് നമ്മളിപ്പോഴും പറയുന്നത് ഷാഫി ചാരിയെ ക്ഷമിക്കണം, മുസ്ലിം വോട്ട് ഒരു ഫാക്ടറാണ്. പൂഞ്ഞാറിൽ ഒരു 10,000-ഓളം മുസ്ലിം വോട്ടുണ്ട്. ഞാൻ വേറെ സമുദായ സംഘടനകളുടെ ഒന്നും പേര് പറയുന്നില്ല ഷാഫി. 10,000-ഓളം മുസ്ലിം വോട്ട് കോൺഗ്രസിന് പോവുകയാണെങ്കിൽ ടോമി കല്ലാനിക്ക് കോൺഗ്രസ് നേതാവിന് വിജയം കിട്ടും അവിടെ. അതാണ് അന്ന് ഇപ്പോഴത്തെ പൊളിറ്റിക്കൽ ഇക്വേഷൻ. അതിന് കേരള കോൺഗ്രസിൻ്റെ ഒന്നും ആവശ്യം അവർക്കില്ല, കോൺഗ്രസിനില്ല. ഇനി ഷാഫി ചാരിയം പറഞ്ഞ മുസ്ലിം വോട്ട്, എനിക്കെപ്പോഴും എൻ്റെ ഒരു പ്രിയപ്പെട്ട വിഷയമാണ് രാഷ്ട്രീയത്തിൽ മുസ്ലിം വോട്ട്. അത് ഞാൻ പത്രപ്രവർത്തകനായിരുന്നപ്പോൾ അത്രയോ വർഷമായിട്ട് ഞാൻ ഫോളോ ചെയ്യുന്നതാണ്. ഞാൻ മലപ്പുറം വഴി പോകുമ്പോൾ, ഷാഫിക്കത് അറിയില്ല, മലപ്പുറം വഴി പോകുമ്പോൾ പാണക്കാട്ടായി വീട്ടിൽ പോയി ശിഹാബ് തങ്ങളെ എത്രയോ തവണ കാണുമായിരുന്നു, സംസാരിച്ചിരിക്കുമായിരുന്നു. എന്നോട് കുഞ്ഞാലിക്കുട്ടി സാഹിബോ അല്ലെങ്കിൽ മുനീറോ ഉണ്ടാകുമായിരുന്നു, കൂടെ അവരൊക്കെ കൂടെ വരുമായിരുന്നു എൻ്റെ കൂടെ എത്രയോ തവണ. അവരുമായിട്ടൊക്കെ നല്ല ബന്ധമുണ്ട്. കേരളത്തിൽ നമ്മുടെ ബഹുമാനപ്പെട്ട അനിൽകുമാർ പറഞ്ഞതുപോലെ അല്ല, കേരളത്തിൽ മുസ്ലിം ലീഗ് ഒരു പൊതു പാർട്ടിയാണ്, രാഷ്ട്രീയ കക്ഷിയാണ് എന്ന് വിശ്വസിക്കുന്ന ആൾ തന്നെയാണ് ഞാൻ. എനിക്ക് യാതൊരു സംശയമില്ല. പക്ഷേ പറയാതെ വയ്യ ഷാഫി ചാലിയം, നിർഭാഗ്യവശാൽ കേരള സമൂഹത്തിൽ ഒരു ക്രിസ്ത്യൻ മുസ്ലിം റിഫ്റ്റ് കുറേ കാലമായിട്ട് ഉണ്ടായിട്ടുണ്ട്. അതിപ്പോഴും നിലനിൽക്കുന്നുണ്ട്. അതിനെ പിടിച്ചും കൊണ്ട് ചില ബിഷപ്പുമാർ ഇങ്ങനെ പല കാര്യങ്ങളും അവതരിപ്പിക്കുന്നുണ്ട്, അവരുടെ കുഞ്ഞാടുകളോട് പറയുന്നുണ്ട്. പല കത്തോലിക്ക ബിഷപ്പുമാരും, അവരിൽ 2-3 ബിഷപ്പുമാരാണ് കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിൻ്റെ മേൽ സമ്മർദ്ദം പ്രയോഗിച്ചത്. അവർ മറുപടിയായിട്ട് പറയുന്നത്, ഒരു പക്ഷേ നേരിട്ടായിരിക്കത്തില്ല, അവർ മറുപടിയായിട്ട് കേരള കോൺഗ്രസ് നേതാക്കൾ പറഞ്ഞത്, ഞങ്ങളുടെ നേതാവ് മാണി സാറിനെ കോൺഗ്രസ്സുകാർ പച്ചയ്ക്ക് ചുട്ടുകൊന്നപ്പോൾ, പച്ചയ്ക്ക് തീ വെച്ചപ്പോൾ ഈ ബിഷപ്പുമാർ എവിടെ പോയി എന്നാണ് അവരുടെ മുഖത്ത് നോക്കി പറഞ്ഞിട്ടുണ്ടാവില്ല. അങ്ങനെ പറഞ്ഞു. അങ്ങനത്തെ ആവേശത്തോടുകൂടി സംസാരിച്ച കേരള കോൺഗ്രസ്സുകാരുമുണ്ട്. അതുകൊണ്ട് ഈ ക്രിസ്ത്യൻ മുസ്ലിം റിഫ്റ്റ് ചില ബിഷപ്പുമാരെങ്കിലും മനസ്സിൽ സൂക്ഷിക്കുന്നുണ്ട്, അതൊരു അഗ്നിയായിട്ട് സൂക്ഷിക്കുന്നുണ്ട്. ഇത് പരിഹരിക്കാൻ കുഞ്ഞാലിക്കുട്ടി സാഹിബൊക്കെ ഒത്തിരി ശ്രമിച്ചിട്ടുണ്ട്, പക്ഷെ നടന്നിട്ടില്ല. അത് കേരള സമൂഹത്തിൽ ഒരു പ്രശ്നമായിട്ട് തന്നെ അവശേഷിക്കുന്നു. അത് UDF ഒരു പ്രശ്നം തന്നെയാണ്. ശരി, അവിടെ ശ്രീ ജോർജ് പൊടിപ്പാറൻ, എന്തുകൊണ്ട് LDF വളരെ കാര്യമായി അക്കോമഡേറ്റ് ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ, LDF സംബന്ധിച്ച് വളരെ നിർണായകമാണ് കേരള കോൺഗ്രസ് മാണി വിഭാഗം. ഞാൻ കോട്ടയത്തിന്റെ കണക്ക് പരിശോധിച്ചാൽ, നേരത്തെ പറഞ്ഞതുപോലെ കോട്ടയത്തിന്റെ കണക്ക് പരിശോധിച്ചാൽ 10,000 വോട്ടിന് മുകളിൽ UDF ലീഡ് ഉള്ളത് പുതുപ്പള്ളിയിൽ മാത്രമാണ്. ഇനി നമ്മൾ ഇടുക്കിയുടെ കണക്ക് പരിശോധിച്ചാൽ ആ 10,000 ഉള്ളത് റോഷി അഗസ്റ്റിന്റെ സ്വന്തം മണ്ഡലത്തിലാണ്. 14,000 വോട്ടിന് UDF ലീഡുണ്ട് ഇടുക്കിയിൽ. പക്ഷേ ഇടുക്കിയിൽ വലിയ വ്യക്തിബന്ധങ്ങളുള്ള ആളാണ് റോഷി അഗസ്റ്റിൻ. പ്രമോദ് നാരായണന്റെ പിറകിൽ നിൽക്കുന്ന ആ റാന്നി മണ്ഡലത്തിൽ ലീഡ് 3000-ൽ ചില്ലറയാണ്. ഇതൊക്കെ മേക്കപ്പ് ചെയ്യാൻ കഴിയും കേരള കോൺഗ്രസിന്റെ നല്ല കാൻഡിഡേറ്റ്സ് അല്ലെങ്കിൽ സിറ്റിംഗ് MLA മാർ ഉണ്ടെങ്കിൽ എന്നൊരു കോൺഫിഡൻസ് സ്വാഭാവികമായും LDF സംബന്ധിച്ചുണ്ടല്ലോ. അല്ലെങ്കിൽ അതേപോലെയുള്ള കാൻഡിഡേറ്റ്സ് അപ്പുറത്ത് വരണം. ഇപ്പോഴും LDF സംബന്ധിച്ച് ഇതൊരു ബാലികേറാമലയൊന്നുമല്ല, വലിയ വോട്ട് ഡിഫറൻസ് ഇല്ല എന്ന് നമുക്ക് ഈ മധ്യ തിരുവിതാംകൂറിനെ എടുത്താൽ തന്നെ, ആ മധ്യ തിരുവിതാംകൂറിലെ മണ്ഡലങ്ങൾ എടുത്താൽ തന്നെ നമുക്കറിയാം. എന്ന് മാത്രമല്ല, തുടർച്ചയായി ഇടുക്കിയിൽ തൊടുപുഴ ഒഴികെയുള്ള എല്ലാ മണ്ഡലങ്ങളും, പത്തനംതിട്ടയിലെ എല്ലാ മണ്ഡലങ്ങളും തുടർച്ചയായി നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ ക്ലീൻ സ്വീപ്പാണ് LDF സംബന്ധിച്ച്. ഈ ഫാക്ടേഴ്സ് ഒക്കെ നിൽക്കുമ്പോൾ ബുദ്ധിപരമാകില്ല LDF നിൽക്കുന്നത് കേരള കോൺഗ്രസ് എന്ന് എങ്ങനെ പറയാൻ കഴിയും? അഭിലാഷേ, ഞാൻ ശ്രീ അനിൽകുമാർ പറഞ്ഞൊരു വാചകത്തിൽ നിന്നാണ് ഞാൻ ഇതിന് മറുപടി പറയാൻ തുടങ്ങുന്നത്.
എന്ന് വെച്ചാൽ എന്തോ ഒരു അക്കൗണ്ട് കേട്ടോ, ഒന്ന് നോക്കണേ. യെസ്, പരിഹരിക്കാം. അനിൽകുമാർ പറഞ്ഞു ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലും ഒക്കെ വോട്ടിംഗ് പാറ്റേൺ വ്യത്യസ്തമാണെന്ന് പറഞ്ഞു. അനിൽകുമാർ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിന് ഉണ്ടാക്കിയെടുക്കാൻ കഴിയുന്ന ഒരു അഡ്വാൻറ്റേജ് ഒരിക്കലും ഇടതുപക്ഷത്തിന് ലോക്സഭാ തെരഞ്ഞെടുപ്പിലോ നിയമസഭാ തെരഞ്ഞെടുപ്പിലോ ഉണ്ടാക്കാൻ കഴിയാറില്ല. നമ്മൾ തദ്ദേശ തെരഞ്ഞെടുപ്പുകളുടെ ഫലം പരിശോധിച്ചാൽ നമുക്കറിയാം, എക്കാലത്തും LDFനെ തോൽപ്പിക്കാൻ ഏറ്റവും ബുദ്ധിമുട്ടേറിയ ആ ഒരു തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പാണ്. ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് തന്നെ പരിശോധിച്ചാൽ, ഇപ്പോൾ ഈ കോട്ടയം, പത്തനംതിട്ട, ഇടുക്കി ഈ 3 ജില്ലകൾ പരിശോധിച്ചാൽ ഇടതുമുന്നണിയെ സംബന്ധിച്ചിടത്തോളം CPMന് എല്ലാ സ്ഥലത്തും ഉണ്ട് ഒരു പ്രത്യേക രീതിയിലുള്ളൊരു വോട്ട് ബാങ്ക്. എല്ലാ സ്ഥലത്തും, കേരളത്തിലെ എല്ലാ ജില്ലകളിലും ഉണ്ട്. അത് ഇടുക്കിയിലും ഉണ്ട്, കോട്ടയത്തും ഉണ്ട്, പത്തനംതിട്ടയിലും ഉണ്ട്. കേരള കോൺഗ്രസ് M കൂടെ ഇല്ലാത്തപ്പോൾ പോലും പത്തനംതിട്ടയിൽ 5 സീറ്റ് ജയിച്ച കാര്യം ഇപ്പം തന്നെ അഭിലാഷ് പറഞ്ഞു. ഇടുക്കിയിലും ജയിച്ചത് കേരള കോൺഗ്രസ് M ഇല്ലാതെ ജയിച്ച ഇഷ്ടംപോലെ ചരിത്രം LDFനുണ്ട്. നേരെ മറിച്ച് ഈ കോൺഗ്രസ് മുന്നണിയിൽ നിന്ന് എടുത്തു നോക്കുക, കോൺഗ്രസ് ഒഴിവാക്കിയാൽ യഥാർത്ഥത്തിൽ ഈ പറഞ്ഞ പത്തനംതിട്ടയിൽ വോട്ടുള്ളത് ആർക്കാ? കോൺഗ്രസിനൊഴിച്ച് വേറെ ആർക്കാ ഈ UDFൽ വോട്ടുള്ളത് പത്തനംതിട്ട ജില്ലയിൽ? എന്നിട്ടും ആ പത്തനംതിട്ട ജില്ലയിൽ ഇത്രയും മാറ്റം വരണമെങ്കിൽ കേരള കോൺഗ്രസ് M-ൻ്റെ വോട്ടും CPMൻ്റെ വോട്ടും CPIയുടെ വോട്ടും അടക്കം ചേർത്തിട്ട് പോലും പത്തനംതിട്ടയിൽ ഇത്രയും നല്ലൊരു വിജയം ഉണ്ടാക്കാൻ UDFന് കഴിഞ്ഞെങ്കിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ താങ്കൾ ഉദ്ദേശിക്കുന്ന പാറ്റേണിൽ ആണ് വോട്ടിംഗ് നടക്കുന്നതെങ്കിൽ UDFനെ സംബന്ധിച്ചിടത്തോളം കുറച്ചുകൂടി അനുകൂലമാകുന്നൊരു സാഹചര്യം നിയമസഭാ തെരഞ്ഞെടുപ്പാണ് തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിനേക്കാൾ. അപ്പം അതുകൊണ്ട് ആ രീതിയിൽ ഇങ്ങനെ ഞങ്ങൾ അപ്പോഴേക്കും എല്ലാം പരിഹരിച്ച് കുറച്ചുകൂടി 4000 എന്നുള്ളത് പരിഹരിച്ചെടുക്കും, അതിനെ മേക്കപ്പ് ചെയ്തെടുക്കും എന്ന് പറയുമ്പോൾ ഞാൻ വിചാരിക്കുന്നു വേണമെങ്കിൽ 4000 എന്നുള്ളത് 8000 ആക്കി മാറ്റാൻ ഞങ്ങൾക്ക് കഴിയുമെന്ന് UDFനും പറയാൻ പറ്റും. യെസ്, പ്രത്യേകിച്ച് കേരള കോൺഗ്രസ് M ഇടതുമുന്നണി വിട്ട് UDFൻ്റെ കൂടേക്ക് വന്നാൽ ഈ 4000 ചിലപ്പോൾ 10000 12000 എന്ന് വരും. ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത് കേരള കോൺഗ്രസ് M വരുന്നതിനോട് കോൺഗ്രസ്സുകാർക്ക് എതിർപ്പുണ്ടായിരുന്നു, ജോസഫ് ഗ്രൂപ്പിന് എതിർപ്പുണ്ടായിരുന്നു. പക്ഷേ കേരള കോൺഗ്രസ് M UDFുമായിട്ട് ചേരാൻ തീരുമാനിച്ചിരുന്നെങ്കിൽ ഈ തെരഞ്ഞെടുപ്പിൽ LDFനെ സംബന്ധിച്ചിടത്തോളം തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ അവർക്ക് ലഭിക്കാവുന്ന ഏറ്റവും വലിയ സൈക്കോളജിക്കൽ എന്താ പറയുക പ്രഹരമായിരുന്നു, മാനസിക പ്രഹരമായിരുന്നു അത്. പക്ഷേ അത് സംഭവിക്കോ ഇല്ലയെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഇപ്പോഴും ഞാൻ ആ സാധ്യത പാടെ തള്ളുന്നില്ല, നടക്കുമെന്നും ഞാൻ വിചാരിക്കുന്നില്ല. എങ്കിൽ പോലും കേരള കോൺഗ്രസ് M മധ്യ തിരുവിതാംകൂറിൽ LDFനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വിശ്വസ്തമായ പ്രഷ്യസ് ആയിട്ടുള്ള ഘടകകക്ഷിയാണ്, യാതൊരു സംശയമില്ല. അതുകൊണ്ടാണ് ചേർത്ത് പിടിക്കാൻ ഇത്രമേൽ വ്യഗ്രത ഉണ്ടായത്. ഇടയ്ക്കൊരു തമാശ പറയുകയാണെങ്കിൽ ഏതായാലും ഇങ്ങനെ ഈ ചർച്ച നടന്നത് കേരള കോൺഗ്രസിന് നഷ്ടമൊന്നും ഉണ്ടാക്കിയില്ല, ലാഭമേ ഉണ്ടാക്കിയുള്ളൂ. 5 കൊല്ലം മുമ്പ് സ്മാരകം ഉണ്ടാക്കാമെന്ന് പറഞ്ഞിട്ട് 5 കോടി അനുവദിച്ച് ഒന്നും ചെയ്യാതിരുന്ന സർക്കാർ ഈ ചർച്ച വന്നതിൻ്റെ പിറ്റേ ദിവസം 25 സെൻറ്റ് സ്ഥലം കവടിയാറിൽ കൊടുത്തു എന്നുള്ളത് കൊണ്ട് ഈ ചർച്ച ഇങ്ങനെയൊരു പ്രശ്നമൊക്കെ പൊന്തി വന്നത് ഫലത്തിൽ ബ്ലെസ്സിങ് ഇൻ ഡിസ്ഗൈസ് ആയി. ശരി, എന്തായാലും സ്മാരകത്തിന് 25 സെൻറ്റ് സ്ഥലം കിട്ടി, സ്മാരകം ഉണ്ടാവട്ടെ. ഞാൻ ഒരു പോയിന്റ് കൂടി പറയട്ടെ, അത് നല്ല കാര്യം തന്നെയാണ്. അപ്പോൾ ഈ ചർച്ച കൊണ്ടൊരു ഫലം ഉണ്ടായി. പിന്നെ മാധ്യമങ്ങളുടെ മേറ്റിട്ട് കയറിയിട്ട് കാര്യമില്ല. അനിൽകുമാറെ, കേരള കോൺഗ്രസ്സുകാരി പറഞ്ഞു, ഞാനൊരു മാധ്യമ പ്രവർത്തകനായിരുന്നല്ലോ, ഇവിടെ ഇരിക്കുന്ന ജേക്കബ് ജോർജിനും അറിയാം, അതുപോലെ തന്നെ മറ്റേ നമ്മുടെ നിരീക്ഷകൻ അറിയാം, അതായത് മോഹൻ വർഗീസിനും അറിയാം. ഒന്നുമില്ലാതെ മാധ്യമങ്ങൾ ഇങ്ങനെയൊരു കഥയൊന്നും ഉണ്ടാക്കാൻ പറ്റില്ല. ശൂന്യതയിൽ നിന്ന് സത്യസായി ബാബ വിഭൂതി എടുക്കുന്ന പോലെ ശൂന്യതയിൽ നിന്ന് ഇത്തരം രാഷ്ട്രീയ കഥകളൊന്നും പടച്ചുണ്ടാക്കാൻ പറ്റില്ല. എവിടെയൊക്കെയോ എന്തൊക്കെയോ നടന്നിട്ടുണ്ട്, അത് വിളിച്ചിട്ടുണ്ട്, പോയിട്ടുണ്ട്, ചർച്ച ചെയ്തിട്ടുണ്ട്, ആലോചിച്ചിട്ടുണ്ട്. ഇതൊക്കെയാണ് സത്യം. പിന്നെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ സ്വന്തം കാലിനടിയിലെ മണ്ണ് ഒലിച്ചു പോകുമെന്ന് ജോസ് കെ മാണിക്ക് മനസ്സിലായി. റോഷി അഗസ്റ്റിനെ പോലെയുള്ള, പ്രമോദ് നാരായണനെ പോലുള്ളവർ, അതുപോലെ ജയരാജ് അടക്കമുള്ളവർ എന്ത് വന്നാലും ഈ കൂടെ നിൽക്കില്ല എന്ന് മനസ്സിലായപ്പോൾ അദ്ദേഹത്തിന് വിജയകരമായി പിന്മാറുക മാത്രമേ മാർഗം ഉണ്ടായുള്ളൂ. അത് അദ്ദേഹം നിർവഹിച്ചു. വിജയകരമായിട്ടും ചില സമയത്ത് പിന്മാറേണ്ടി വരും. അതാണ് ഇവിടെ സംഭവിച്ചത്. ഒരു സ്ട്രാറ്റജിക് ആയിട്ടുള്ള പിന്മാറ്റം എന്നാണ് അങ്ങ് വിശേഷിപ്പിക്കുന്നത്. അല്ലാതെ ശ്രീ മോഹൻ വർഗീസ്, താങ്കളുടെ ഇപ്പോൾ ജില്ല തന്നെ എടുത്താൽ, ഇപ്പോൾ പത്തനംതിട്ട ജില്ലയിൽ 5 മണ്ഡലങ്ങളിലും UDF ആണെന്ന് പറയുമ്പോഴുള്ള പ്രശ്നം വെച്ചാൽ അടൂരിൽ വെറും 407 വോട്ടിനാണ് മുമ്പിൽ, കോന്നിയിൽ വെറും 226 വോട്ടിനാണ് മുമ്പിൽ. നീ റാന്നി എടുത്താൽ പ്രമോദിന്റെ മണ്ഡലത്തിൽ 3930 വോട്ടേ ഉള്ളൂ, തിരുവല്ലയിൽ 3650
54 ഇത് നമ്മൾ കാണേണ്ടത് LDFന്റെ സിറ്റിംഗ് MLA-മാരൊക്കെ വളരെ സ്ട്രോങ് വിക്കറ്റിൽ നിൽക്കുന്നവരാണ്. അവർക്ക് തുല്യരായ എതിരാളികൾ വേണം. ഇതുപോലെ ശരിക്കും പറഞ്ഞാൽ നെക്ക് ആൻഡ് നെക്ക് ഫൈറ്റ് ആണ്. നെക്ക് ആൻഡ് നെക്ക് ഫൈറ്റിൽ കേരള കോൺഗ്രസ് പോലൊരു പാർട്ടി 2000-3000 വോട്ട് എന്ന് പറയുന്നത് വളരെ നിർണായകമായ ഒരു ഫൈറ്റിൽ വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ് എന്നുള്ള തിരിച്ചറിവിലായിരിക്കുമല്ലോ എന്ത് വിധേനയും UDF അവരെ ഒപ്പം ചേർക്കാൻ ശ്രമിക്കുന്നത്. അപ്പോൾ ആ ശ്രമം ഇനിയും പ്രതീക്ഷിക്കാം. ശ്രീ അഭിലാഷ്, ഇത് കേരള കോൺഗ്രസ് സ്വല്പം മെലിഞ്ഞിട്ടുണ്ട് എങ്കിലും സുന്ദരി തന്നെയാണ്. KM മാണി പറഞ്ഞ സൗന്ദര്യം ലേശം പ്രായമായി എങ്കിൽ പോലും ആ സൗന്ദര്യത്തിന് വലിയ ഉടവൊന്നും തട്ടിയിട്ടില്ല എന്നാണ് ശ്രീ ജോസ് കെ മാണി പറയുന്നത്. അതുകൊണ്ടാണല്ലോ കേരള കോൺഗ്രസ് ഈസ് ഹൈലി സോട്ട് ആഫ്റ്റർ. അതുകൊണ്ട് കേരള കോൺഗ്രസ് എവിടെയോ അവിടെയാവും, ആ സുന്ദരി എവിടെയോ ആ സുന്ദരി ഇരിക്കുന്നിടത്താവും വിജയം. അത് പറഞ്ഞ ശ്രീ ജോസ് കെ മാണി പത്തനംതിട്ടയുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ കൃത്യമായി പറയാനാവുമോ? പത്തനംതിട്ട ജില്ലയിൽ ആകെ ഒരു സീറ്റാണ് കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിനുള്ളത്. അത് റാന്നി, ഞാൻ എൻ്റെ ഭവനം ഉൾപ്പെടെ ഇരിക്കുന്ന റാന്നി മണ്ഡലത്തിലാണ് കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിൻ്റെ ഒരു സീറ്റുള്ളത്, പ്രമോദ് നാരായണൻ. അപ്പോൾ ആ സീറ്റിൽ ഉൾപ്പെടെ UDFന് ലേശം മേൽക്കൈയുണ്ട്. അത് യാഥാർത്ഥ്യമാണ്. ഇവിടെ നോക്കൂ, ഇവിടെ നേരത്തെ പറഞ്ഞ പലരും പറഞ്ഞ ഒരു കാര്യമുണ്ട്. ഇവിടെ ഒരു ജൈവികമായ ഒരു ഫാക്ടറുണ്ട്. ഈ കേരള കോൺഗ്രസ് മനസ്സെന്ന് പറയുന്നത് അത് പൂർണ്ണമായി LDFലേക്ക് ഇപ്പോഴും ഗാൽവനൈസ് ചെയ്തിട്ടില്ല. അത് വോട്ടർമാരുടെ മനസ്സാണ്, നേതാക്കളുടെ കാര്യമല്ല. നേതാക്കൾ പ്രായോഗിക ബുദ്ധിയുള്ളവരാണ്, അവർക്കറിയാം ഏത് സൈഡാണ് ബ്രെഡിൻ്റെ ഏത് സൈഡാണ് ബട്ടർ പുരട്ടിയിരിക്കുന്നത് എന്ന് നന്നായിട്ടറിയാം. അതുകൊണ്ട് യാഥാർത്ഥ്യം എന്ന് പറയുന്നത് ഈ കേരള കോൺഗ്രസ് അനുഭവിക്കുന്ന വിഷയം പത്തനംതിട്ട ജില്ലയിൽ ഉൾപ്പെടെ, പത്തനംതിട്ട ജില്ലയിൽ വളരെ ജൂനിയർ പാർട്ട്ണറാണ് കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പ് എന്ന് മനസ്സിലാക്കുക. കാരണം പിളർപ്പിന് ശേഷം നല്ലൊരു വിഭാഗം നേതാക്കൾ, തിരുവല്ലായ്ക്ക് ചുറ്റുപാടുമൊക്കെയുള്ള നല്ലൊരു വിഭാഗം നേതാക്കൾ കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിലേക്ക് പോയി. അപ്പോൾ UDFന് വേണ്ടി തിരുവല്ല സീറ്റിൽ മത്സരിക്കുന്നത് മാത്യു ടി തോമസ് എന്ന ജനതാദളുകാരനെതിരെ മത്സരിക്കുന്നത് കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പാണ്. അപ്പോൾ അവിടെ പൊരിഞ്ഞ പോരാട്ടം നടക്കും. ഇവിടെ വ്യക്തിപരമായ ഫാക്ടേഴ്സ് ഉണ്ട്. പത്തനംതിട്ട ജില്ലയിലെ ഏതാണ്ട് എല്ലാ 5 മണ്ഡലങ്ങളിലും ഇടതുപക്ഷത്തിൻ്റെ ആളുകൾ ഇപ്പോൾ MLA-മാരായി ഇരിക്കുന്നവർക്ക് വ്യക്തി പ്രഭാവമുള്ളവരാണ്. മന്ത്രി വീണ ജോർജിൻ്റെ മണ്ഡലമാണ് ആറന്മുള എന്ന് ഓർക്കണം. അവിടെയെല്ലാം വ്യക്തിപ്രഭാവമുള്ളവരാണ്. ഇതേ കാൻഡിഡേറ്റ്സ് തന്നെ തുടരാനുള്ള സാധ്യത തള്ളിക്കളയാനാവില്ല. അങ്ങനെയെങ്കിൽ LDFന് ഇപ്പോൾ ലഭിച്ച ഒരു ചെറിയ തിരിച്ചടി അത് മറികടക്കാനാവുമെന്ന ആത്മവിശ്വാസമാണ് ശ്രീ അനിൽകുമാർ ഉൾപ്പെടെയുള്ള ആളുകൾ ഇവിടെ പറയുന്നത്. പക്ഷേ നിയമസഭാ തിരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് ഒരു വെയ്വ് ലൈക്ക് ഫോർമേഷനാണ്. ലോക്സഭാ തിരഞ്ഞെടുപ്പ് അതിനേക്കാൾ വെയ്വ് ലൈക്ക് ഫോർമേഷനാണ്. അപ്പോൾ UDFൻ്റെ മെച്ചപ്പെട്ട ബെറ്റ് എന്ന് പറയുന്നത് ഒരു വെയ്വ് ലൈക്ക് ഫോർമേഷൻ വരുമ്പോൾ ഭരണവിരുദ്ധ വികാരവും അതോടൊപ്പം തന്നെ ക്രിസ്ത്യൻ കൺസോളിഡേഷൻ എന്നത് ഈ പത്തനംതിട്ട ജില്ല കത്തോലിക്ക വിഭാഗത്തിന് വലിയ പ്രാധാന്യമുള്ള ജില്ലയല്ല കേട്ടോ. കോട്ടയം ജില്ല പോലെ അല്ല പത്തനംതിട്ട ജില്ല. കോട്ടയം ജില്ലയിൽ പ്രാധാന്യം കത്തോലിക്ക വിഭാഗത്തിന് തന്നെയാണ്. പക്ഷേ പത്തനംതിട്ട ജില്ലയിൽ മാർത്തോമ സഭ, ഓർത്തഡോക്സ് സഭ അവർക്കൊക്കെ നിർണായകമായ സ്വാധീനമുള്ള പോക്കറ്റുകളുണ്ട്. ഇവരെല്ലാം ഒരേ ഒരു ഏകമാന മനസ്സോടുകൂടി UDF അനുകൂലമായി നിൽക്കാനൊന്നും സാധ്യതയില്ല. പക്ഷേ പൊതുവേ ഉള്ളൊരു വികാരം, ആ വികാരമാണ് പ്രതിപക്ഷ നേതാവ് VD സതീശൻ സിനഡിൻ്റെ മീറ്റിങ്ങിൽ ഇവിടെ കാക്കനാട് വെച്ച് ബിഷപ്പുമാരെ കണ്ടപ്പോൾ കത്തോലിക്ക സിനഡിൽ വെച്ച് സംസാരിച്ചതിൻ്റെ ഒരു രത്നച്ചുരുക്കം എന്ന് പറയുന്നത് ക്രൈസ്തവ സമുദായത്തിൻ്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്ന നിലപാടുകൾ ഉണ്ടാകണം. അതുകൊണ്ട് ക്രൈസ്തവ വോട്ടുകൾ കാര്യമായി ചിതറിപ്പോകരുത് എന്ന ചിന്ത, അങ്ങനെ ഒരു ആഗ്രഹം ബിഷപ്പ്മാർ പ്രകടിപ്പിച്ചിരിക്കാൻ സാധ്യത തള്ളിക്കളയാനാവില്ല. ഒരിക്കലും ബിഷപ്പ്മാർ പുറത്ത് പറയില്ല, VD സതീശനും പറയില്ല. അവിടെയാണ് കേരള കോൺഗ്രസ് മാണിയെ കൂടെ കൂട്ടാൻ കോൺഗ്രസിന്റെ കോട്ടയം ജില്ല, പത്തനംതിട്ട ജില്ല തീരുമാനമെടുക്കുന്നവർ തയ്യാറാണെങ്കിൽ അത് മാറി ചിന്തിക്കണമെന്ന സൂചന മാത്രമേ കൊടുത്തുള്ളൂ. അല്ലാതെ ഒരിക്കലും പറയില്ല, മാണി ഗ്രൂപ്പിനോട് ബിഷപ്പ്മാർ ഒരിക്കലും പറയില്ല നിങ്ങൾ ഇങ്ങനെ ചെയ്യണമെന്ന് പറയാൻ സാധ്യത കുറവാണ്. ശരി, ചർച്ച അവസാന ഘട്ടത്തിലാണ്. ഷാഫി ചാലിയം വിസ്മയങ്ങൾ വാഗ്ദാനം ചെയ്തിരുന്നു പ്രതിപക്ഷ നേതാവ്. അപ്പൊ ആ വിസ്മയം എന്തായാലും ജോസ് കെ മാണിയല്ല. നമ്മളിനി വേറെ വിസ്മയത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യണോ? അപ്പോ അതൊക്കെ സമയം ഇനിയുണ്ടല്ലോ, 3 മാസത്തിലധികം സമയമല്ലേ. വിസ്മയങ്ങൾ എന്തൊക്കെ വരും എന്ന് നമുക്ക് നോക്കാം. പിന്നെ ഇവിടെ പുസ്തകം അടച്ച കാര്യം ഞാൻ പുസ്തകത്തിൽ നിന്നൊന്നും തൊട്ടിട്ടില്ല. ഇവിടെ ജേക്കബ് ജോർജിനൊക്കെ UDF ആണ് ആക്കിയിരിക്കുന്നത്. അനിൽകുമാർ ജേക്കബ് ജോർജ് ഒരു ലെഫ്റ്റ് ഫ്രണ്ട്ലി ആയിട്ടാണ് അദ്ദേഹം ഇവിടെ കാര്യങ്ങളൊക്കെ പറഞ്ഞത്. പ്രത്യേകിച്ച് ലീഗിനെയൊക്കെ ഒന്ന് തോണ്ടിയിട്ടാണ് സംസാരിച്ചത്. അനിൽകുമാറിന് കണ്ണ് കാണുന്നവരൊക്കെ UDF ആണ്. പിന്നെ 86 അവസാനിപ്പിച്ചത്രേ ഏത് വലിയൊരു വർഗീയ രാഷ്ട്രീയ പാർട്ടിയായി ലീഗായിട്ടുള്ള ബന്ധം. ആദ്യം നമ്മളെ ഗോവിന്ദൻ മാഷ പത്രസമ്മേളനം എടുത്ത് കഴിഞ്ഞ 2 കൊല്ലത്തെടുത്ത് നോക്കുക. ലീഗിന് തരാതരം എന്തെല്ലാം സർട്ടിഫിക്കറ്റാണ് ഗോവിന്ദൻ മാഷ് നൽകിയതെന്നുള്ളത് മനസ്സിലായല്ലോ. 86 ഞങ്ങൾ പുസ്തകം പൂട്ടിയതാണ്. പിന്നെ ഞങ്ങൾ പുസ്തകം തുറന്നില്ല. INL എന്ന പുസ്തകങ്ങൾ ഒക്കത്തുണ്ട്, PDP ഉണ്ട് നിങ്ങളൊക്കത്ത്. INL 1 അല്ല 2 ഉണ്ട്. ആ പുസ്തകങ്ങൾ എന്ത് ചെയ്യും?
അതെന്താ നിങ്ങൾ മറുപടി പറയാത്തത്? പിന്നെ ഞങ്ങൾ പിന്നെ അപ്രമാദിത്വമുണ്ട് എന്തൊക്കെയാണ് നിങ്ങൾ പറയുന്നത്? പിന്നെ ഭാഷകൾ ഞങ്ങൾ പലരും ജയിപ്പിച്ചിട്ടുണ്ട്. തിരൂരങ്ങാടി AK ആൻ്റണിയെ മാത്രമല്ല, R ശങ്കരെ കണ്ണൂർ കൊണ്ടുപോയി ജയിപ്പിച്ച് ഞങ്ങളാണ്. തലശ്ശേരിയിൽ നിന്ന് കൃഷ്ണയ്യരെ ജയിപ്പിച്ച് ഞങ്ങളാണ്. ഡോക്ടർ KB മേനോനെ ജയിപ്പിച്ച് ഞങ്ങളാണ്. ചരിത്രം അറിയുന്ന ജേക്കബ് ജോർജ് അവിടെ ഉണ്ടല്ലോ. ഞങ്ങൾ കേരളത്തിൻ്റെ അനിവാര്യമായ നേതാക്കളെയൊക്കെ പിന്തുണച്ച ഒരു പാരമ്പര്യമാണ് ഞങ്ങൾക്കുള്ളത്. ഞങ്ങളെ ട്രാക്ക് അതാണ്, അത് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ അതുകൊണ്ട് ഒഴിവുണ്ടെങ്കിൽ മുസ്ലിം ലീഗിൻ്റെ ചരിത്രം ഒന്ന് പഠിക്കാൻ തയ്യാറാണ്. അല്ലെങ്കിൽ ഗോവിന്ദ മാഷോടൊന്ന് പോയി ചോദിച്ചു നോക്കണം ശരി മുസ്ലിം ലീഗിനെ കുറിച്ച് എന്താ അഭിപ്രായം പറയുന്നത് എന്നുള്ളത്. മുസ്ലിം ലീഗ് എന്ന പ്രസ്ഥാനം ഒരു ഗവൺമെൻറ്റുമായി സഹകരിക്കുന്ന രീതി പോലുണ്ട്. EMS എഴുതിയ ലേഖനമുണ്ട് ലീഗിനെ കുറിച്ച്. സാക്ഷരതാ പ്രസ്ഥാനം കൊണ്ടുവന്നപ്പോൾ സഹകരിച്ച പാർട്ടി ലീഗാ. അങ്ങനെ പലതും ഞങ്ങൾക്ക് എടുത്തു പറയാനുണ്ട്. പഞ്ചായത്ത് രാജ് സംവിധാനവുമായി ഞങ്ങളെ സഹകരണം എന്താണെന്നുള്ളത് EMSൻ്റെ പുസ്തകമെങ്കിലും ഒഴിവുണ്ടെങ്കിൽ എടുത്ത് വായിക്കുക, എന്നിട്ട് ഞങ്ങൾ വിമർശിച്ചാൽ മതി. ഇവിടുത്തെ വിഷയത്തിൽ ഞാൻ വളരെ കൃത്യമായി പറഞ്ഞു. ഇപ്പം ജേക്കബ് ജോർജ് സാർ ഇവിടെ പറയുകയുണ്ടായി, പിന്നെ ഈ മുസ്ലിം ക്രിസ്ത്യൻ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ, അസംബ്ലി തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ പറഞ്ഞത് ശരിയാണ്. അത്തരമൊരു ഈ ഇരു സമുദായങ്ങൾക്കിടയിൽ വിള്ളലുണ്ടാക്കാനുള്ള ശ്രമം നടന്നിട്ടുണ്ട്. പല ആളുകളും ആ തെറ്റിദ്ധാരണയിൽ വീണിട്ടുണ്ട്. അതിൻ്റെ കാരണങ്ങളെല്ലാം ആഴത്തിൽ പരിശോധിക്കപ്പെട്ടിട്ടുണ്ട്, നമ്മൾ തന്നെ ചർച്ച ചെയ്തിട്ടുണ്ട്. ശരി. മുസ്ലിം സമൂഹത്തിലെ ചില എക്സ്ട്രീമിസ്റ്റ് ശക്തികളുടെ ചില മുദ്രാവാക്യങ്ങൾ, അനാവശ്യ കാര്യങ്ങൾ, അതൊക്കെ ഇത്തരക്കാർക്ക് ഈ അകലം ഉണ്ടാക്കാൻ അവർക്ക് സാധിച്ചിട്ടുണ്ട്. പക്ഷേ മുസ്ലിം ലീഗ് ശക്തമായ പാച്ച് വർക്ക് നടത്തിയിട്ടുണ്ട്. ക്രിസ്ത്യൻ മതപുരോഹിതരെ കുറിച്ച് ഞങ്ങൾക്കൊരു കാഴ്ചപ്പാടുണ്ട്. അവരെന്നും ഞങ്ങളുമായി ഫ്രണ്ട്ലിയാണ്. ഞങ്ങളാണ് ഈ നാട്ടിലെ 10-28 കൊല്ലം വിദ്യാഭ്യാസ വകുപ്പ് കൈകാര്യം ചെയ്തത്. ഇന്ന് വരെ ഒരു ഡിസ്ക്രിമിനേഷൻ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയായിട്ട് ഞങ്ങൾ കാണിച്ചിട്ടില്ല. ആ കമ്മ്യൂണിറ്റി പാച്ച് വർക്ക് നടത്തിയിട്ടുണ്ടെന്നുള്ളതാണ്. നമുക്ക് സമയം കഴിഞ്ഞു. ശ്രീ അനിൽകുമാർ, എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ഒരു വാചകം. തീർച്ചയായിട്ടും ആ സമൂഹവും ഞങ്ങളും തമ്മിൽ ഒരു പ്രശ്നം ഉണ്ടാവില്ല. ഒരു VD സതീശൻ മുസ്ലിം ലീഗിനെ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. VD സതീശൻ, ആര്യാടൻ മുഹമ്മദ് VD സതീശനെ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. 33 സ്കൂളുകൾ അണ്ണയുടെ സ്കൂളുകൾ എയ്ഡഡ് ആക്കിയപ്പോൾ മുസ്ലിം ലീഗ് എങ്ങനെയാണ് ആർത്തി കാണിച്ചതെന്ന് VD സതീശന്റെ പ്രസംഗം തരാം. ഇപ്പൊ 7ാം മന്ത്രി വേണമെന്ന് മഞ്ഞളാംകുഴിയിൽ പറഞ്ഞിരിക്കുകയാണ്. ശരി, അതൊക്കെ അടുത്ത ദിവസങ്ങളിൽ ഒരുപക്ഷേ 7ാം മന്ത്രി പരാമർശം അടക്കം ചർച്ചയായേക്കും. മാതൃഭൂമി.com കൊടുത്ത അഭിമുഖത്തിലാണ് മഞ്ഞളാംകുഴിയേലി 7 മന്ത്രിക്ക് വരെ ലീഗിന് അർഹതയുണ്ടെന്ന് പറഞ്ഞത്. അതൊക്കെ വരുന്ന ദിവസങ്ങളിൽ ഒരുപക്ഷേ രാഷ്ട്രീയ ആയുധങ്ങളായേക്കാം. വളരെ നന്ദി എല്ലാവർക്കും. സൂപ്പർ പ്രൈം ടൈം അവസാനിച്ചു. നമസ്കാരം.